അഗ്രികൾച്ചർ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിലിതാ ടെക് PSC നിങ്ങൾക്കായി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസുകൾ, പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയടങ്ങിയ ഈ പാക്കേജ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. ഇന്നലെ നമുക്ക് നമ്മളെന്താ ഏത് ടോപ്പിക് ആയിരുന്നു? ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ മിറ്റിഗേഷൻ ആ ടോപ്പിക് ആയിരുന്നു അല്ലേ? അപ്പൊ അതില് നമുക്ക് കുറച്ച് സ്ലൈഡ്സ് കൂടെ ബാക്കി ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ക്ലൈമറ്റ് റെസിലിയന്റ് ഫാമിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഇന്നലെ പഠിച്ചത് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഇന്നലെ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറയാം. ഇന്നലെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്? ക്ലൈമറ്റ് എന്താണെന്ന് പറഞ്ഞു, ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി പറഞ്ഞു, ക്ലൈമറ്റ് ചേഞ്ചിനെ എങ്ങനെ നമുക്ക് അഡാപ്റ്റ് ചെയ്യാം, അതിനെ എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാം, എന്താണ് അഡാപ്റ്റേഷൻ, എന്താണ് മിറ്റിഗേഷൻ, അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അഡാപ്റ്റേഷൻ ആയിട്ട് നമ്മുടെ ഇന്ത്യൻ ലെവലിൽ എന്തൊക്കെ ആക്ഷൻ പ്ലാൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്, കേരള ലെവലിൽ എന്തൊക്കെ പ്രോജക്ട്സ് ആൻഡ് പ്ലാൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്, അതെല്ലാം നമ്മളൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞു അല്ലേ? അപ്പം നമ്മൾ നിർത്തിയത് എവിടെയായിരുന്നു? ക്ലൈമറ്റ് റെസിലിയന്റ് ഫാമിങ്ങിലായിരുന്നു. അപ്പോ ക്ലൈമറ്റ് റെസിലിയന്റ് ഫാമിംഗ് എന്താണ്? വേ ഓഫ് ഫാമിംഗ് വിച്ച് ഡു നോട്ട് ഡിസ്റ്റർബ് ക്ലൈമറ്റ് അല്ലെ? അപ്പൊ ക്ലൈമറ്റിനെ യാതൊരു വിധത്തിലും അതായത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫാമിംഗ്, ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകാത്ത രീതിയിലുള്ള ഫാമിംഗ് പ്രാക്ടീസസ് അഡോപ്റ്റ് ചെയ്യുക, അതാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ റൈസ് കൾട്ടിവേഷൻ ചെയ്യുന്ന ഫീൽഡില് മീഥെയിൻ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഇപ്പം റൈസ് സ്വന്തമായിട്ട് മീഥെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല. ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഫിസിയോളജി, പാഡി കൾട്ടിവേറ്റ് ചെയ്യുന്ന പാഡി സോയിൽസിൽ നിന്നുണ്ടാകുന്ന മീഥെയിൻസ് അറ്റ്മോസ്ഫിയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അത് അതിന്റെ ബൈ ഫിസിയോളജി സംഭവിക്കപ്പെടുന്നതാണ്. അതല്ലാതെ റൈസ് സ്വന്തമായിട്ട് മീഥെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പം ആ ഒരു മീഥെയിൻ പ്രൊഡക്ഷൻ കൂടുന്നത് കാരണം, മീഥെയിൻ നമുക്കറിയാം, നമ്മൾ ഇന്നലെ പറഞ്ഞു ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലേ? ഏതൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് നമ്മൾ പറഞ്ഞത്? പ്രൈമറി ഏറ്റവും ആദ്യം പറഞ്ഞത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലെ? പിന്നെ നമ്മൾ ഓസോൺ പറഞ്ഞു, CFCs ക്ലോറോ ഫ്ലൂറോ കാർബൺസിനെ പറ്റി പറഞ്ഞു, നൈട്രസ് ഓക്സൈഡിനെ പറ്റി പറഞ്ഞു, പിന്നെന്താണ് SF6 പോലുള്ള സൾഫർ ഹെക്സാഫ്ലൂറൈഡ്സിനെ പറ്റി പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. അപ്പൊ മീഥെയിൻ എന്ന് പറയുന്ന ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. അപ്പോ ഈ മീഥെയിൻ എമിറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ഗ്രീൻ ഹൗസ് എഫക്ട് സംഭവിക്കുന്നു, വിച്ച് ലെഡ്സ് ടു എന്താണ്? ഗ്ലോബൽ വാർമിംഗ് അല്ലേ? അപ്പോ അഗ്രികൾച്ചർ ക്ലൈമറ്റ് ചേഞ്ച് നമ്മൾ എന്തുകൊണ്ടാണ് ഈ ക്ലൈമറ്റ് റെസിലിയന്റ് ഫാമിംഗ് പഠിക്കുന്നത് എന്ന് നമുക്ക് ആ ഒരു എക്സാമ്പിളിൽ കൂടെ തന്നെ മനസ്സിലാക്കാം. അത് മാത്രമാണോ? അപ്പം ഈ ഒരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓർഗാനിക് കാർബണിന്റെ ബിൽഡപ്പ്. അതെന്തൊക്കെ വഴികൾ? ബയോകാർ, അതായത് ബയോകാർ യൂസ് ചെയ്തിട്ട് ഇപ്പം നമ്മള് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നല്ലേ? ഈ ബയോകാർ എന്ന് പറയുന്നത് ഈ പ്ലാന്റിന്റെ വേസ്റ്റ് കൊണ്ട് തന്നെ പൈറോലിസിസ് വഴി, പൈറോലിസിസ് എന്ന് പറഞ്ഞാൽ കമ്പഷൻ പോലെ ഒരു ഹീറ്റിംഗ് പ്രോസസ് ആണ് പൈറോലിസിസ്. അപ്പൊ ഈ പൈറോലിസിസ് സംഭവിച്ചുണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ് എന്ത്? ബയോകാർ. അപ്പൊ ആ ഒരു പ്രോഡക്റ്റ് ഒക്കെ നമുക്ക് ഈ ഫാമിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് GHG എമിഷൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ അതാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു മോയ്സ്ചർ കൺസർവേഷൻ ബൈ മൾച്ചിങ് അല്ലെ? മൾച്ചിങ് ചെയ്യുന്നതുകൊണ്ട് എന്താണ്? ഇപ്പൊ നമ്മുടെ ഡയറക്റ്റ് സോളാർ എനർജി സോയിലിലേക്ക് ഇൻസിഡന്റ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയ തടഞ്ഞുകൊണ്ട് നമുക്ക് ആ ടെമ്പറേച്ചർ ലോ ടെമ്പറേച്ചറിൽ നിലനിർത്താൻ പറ്റും. അപ്പൊ മൾച്ചിങ് എങ്ങനെയാണ് ഈ ഒരു ടെമ്പറേച്ചർ നിലനിർത്തുന്നതെന്ന് ചോദിച്ചാൽ എന്താണ്? ഇൻസിഡൻസ് കുറച്ചുകൊണ്ടല്ലേ? ആ ഒരു റേഡിയേഷനെ തടഞ്ഞുകൊണ്ടാണ് മൾച്ചിങ് ആ ഒരു ഇൻസിഡൻസ് കുറയ്ക്കുന്നത്. പിന്നെന്താണ്? വാട്ടർ ഹാർവെസ്റ്റിംഗ്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, അങ്ങനെ പല മെത്തേഡ് ഉണ്ട്.
പിന്നെ അതുപോലെ തന്നെ ഇറിഗേഷന് പ്രോപ്പർ ആയിട്ടുള്ള ഓവറായിട്ട് ഇറിഗേറ്റ് ചെയ്യാതിരിക്കുക. പ്ലാന്റ്സിന് ആവശ്യമുള്ള അതായത് അതിന് ഒരു വാട്ടർ റിക്വയർമെന്റ് ഉണ്ട്. ഓരോ പ്ലാന്റ്സിനും ഇത്ര വാട്ടർ റിക്വയർമെന്റ് ഉണ്ട്, അതനുസരിച്ച് അതിന് വേണ്ട വെള്ളം ആവശ്യാനുസരണം മാത്രം കൊടുക്കുക. ഓവറായിട്ട് കൊടുത്താൽ എന്താ സംഭവിക്കുക? അത് പ്ലാന്റ്സിനും ഗുണപ്പെടത്തില്ല, വേസ്റ്റേജ് ഓഫ് വാട്ടർ ആണ് സംഭവിക്കുന്നത്. പിന്നെ ഫ്ലഡ് ടോളറന്റ് വെറൈറ്റീസ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം അതൊരു മിറ്റിഗേഷൻ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ മെത്തേഡ് നമുക്ക് പറയാം. എന്താണ് ഫ്ലഡ് ടോളറന്റ് വെറൈറ്റീസ്? ഇപ്പൊ ഫ്ലഡ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ അതിനെ ടോളറന്റ്, അത് നമ്മുടെ ഫാമേഴ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ക്ലൈമറ്റ് റെസിലിയന്റ് ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്തിൽ വേറൊരു കൺസെപ്റ്റ് വരുന്നത്, നമ്മൾ എന്താണ് അഗ്രികൾച്ചറും ക്ലൈമറ്റും റിലേറ്റ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അപ്പം ഈ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്ലൈമാറ്റിക് റെജീംസ്, അതായത് ക്ലൈമറ്റിന്റെ ഓരോ പാർട്സ് റെജീംസ്, ആ ഒരു ക്ലൈമാറ്റിക് റെജീംസും അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ, അത് തമ്മിലുള്ള ലിങ്കേജിനെ പറയുന്ന ആ ഒരു ടേം ആണ് എന്ത്? അത് തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, അഗ്രോ ക്ലൈമാറ്റോളജി. ഓക്കെ, അപ്പം നെക്സ്റ്റ് വരുന്നത്, നമ്മളിപ്പം അഡാപ്റ്റേഷനും മിറ്റിഗേഷനും പറഞ്ഞു. നെക്സ്റ്റ് എന്താണ്? നമ്മൾ പലപ്പോഴായിട്ട് ഉപയോഗിച്ചൊരു ടേമാണ് വൾണറബിലിറ്റി. ഇപ്പോൾ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു റൂറൽ പീപ്പിൾ ആർ മോർ വൾണറബിൾ ടു അഗ്രികൾച്ചറൽ ലോസ് എന്ന്, അല്ലേ? വൾണറബിലിറ്റി നമ്മൾ എന്താണ് സസെപ്റ്റബിലിറ്റി, പ്ലാന്റ്സിന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അതേ കൺസെപ്റ്റ് ആണ് വൾണറബിലിറ്റി. ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പം ഏത് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്കാണ് അത് കൂടുതലായിട്ട് ബാധിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ സർവൈവ് ചെയ്യാൻ പറ്റാത്തത്? അപ്പം അവർ ഹൈലി വൾണറബിൾ ആണ്. ഈ വൾണറബിലിറ്റി എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ഈ വൾണറബിലിറ്റി കുറച്ചു കഴിഞ്ഞാൽ ആ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന ഇമ്പാക്റ്റിനെ നമുക്ക് നിലനിർത്താനായിട്ട്, കുറയ്ക്കാനായിട്ട് സാധിക്കും, അല്ലെ? അപ്പൊ അതിനാണ് നമ്മൾ വൾണറബിലിറ്റി, നമ്മുടെ കേരള എല്ലാ ഡിസ്ട്രിക്റ്റിലും വൾണറബിലിറ്റി എത്രയാണ്, ഏതൊക്കെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ അല്ലെങ്കിൽ സോയിൽ, അങ്ങനെ ഓരോ ക്രോപ്സിന് എങ്ങനെയാണ്, റൈസ്, വീറ്റ്, മെയ്സ്, അങ്ങനെ ഓരോ ക്രോപ്സിനും എത്ര ആണെന്നുള്ളത് വൾണറബിലിറ്റി സ്റ്റഡീസിലൂടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വൾണറബിലിറ്റി എന്താണ്, നമുക്ക് ആ ഒരു റേഞ്ച് അതിനനുസരിച്ചുള്ള ക്രോപ്പിങ്ങിനെ സഹായിക്കും. ഓക്കെ, അപ്പം റിസ്ക് എടുക്കാൻ തയ്യാറാവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവര് ലോ വൾണറബിൾ ആണ്, അതായത് അവർ റിസ്ക് എടുക്കും. ഓക്കെ, അപ്പം ഹൈലി വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല, അപ്പൊ അവർക്കാണ് ലോസ് സംഭവിക്കുക. ഇതിപ്പോ സോഷ്യൽ പറയുകയാണെങ്കിൽ റൂറൽ ലൈവ്ലിഹുഡ്സ് ആർ മോർ വൾണറബിൾ. ഇപ്പോ നമ്മുടെ അഗ്രോ ക്ലൈമാറ്റിക് സോൺസ് നോക്കുവാണെങ്കിൽ എന്താണ്, കോസ്റ്റൽ ഏരിയാസ് ആർ മോർ വൾണറബിൾ ടു ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, അപ്പോ എന്തുകൊണ്ടാണ് അവർ ഹൈലി വൾണറബിൾ ആവുന്നത്? കോസ്റ്റൽ റീജിയൻ എന്ന് പറഞ്ഞാൽ സിയോട് ചേർന്നിരിക്കുന്ന, ഇപ്പം ഈ ഒരു എംബാങ്ക്മെന്റ്സിൽ നിന്നൊക്കെ സോയിൽ ഇറോഷൻ സംഭവിക്കാം. ഓക്കെ, അപ്പൊ സോയിൽ ഇറോഷൻ സംഭവിക്കുമ്പോൾ എന്താണ്, നമ്മുടെ ലാൻഡ് ഏരിയ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അപ്പം കോസ്റ്റൽ ഏരിയാസ് സിയോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് വിൻഡ് ഡയറക്ഷനിൽ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ എന്താണ്, കോസ്റ്റൽ ഏരിയാസിൽ പെട്ടെന്ന് ക്ലൈമാറ്റിക് വേരിയേഷൻ സംഭവിക്കണം. ഓക്കെ, അപ്പം IPCC ആണ് ഈ ഒരു വൾണറബിലിറ്റി കൺസെപ്റ്റിനെ കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞത്. ഇന്ത്യൻ പാനൽ ഓഫ് ക്ലൈമാറ്റിക് ചേഞ്ച് ആണ് IPCC. ആ ഒരു അബ്രീവിയേഷനും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. അപ്പോ IPCC ഡെഫിനിഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് വൾണറബിലിറ്റി എന്താണ്, റെസിഡ്വൽ ഇമ്പാക്ട് ആൻഡ് ഫ്രെയിംഡ് ആസ് എ റിസൾട്ടന്റ് ഓഫ് സെൻസിറ്റിവിറ്റി, എക്സ്പോഷർ ആൻഡ് അഡാപ്റ്റീവ് കപ്പാസിറ്റി. അല്ലെ, സെൻസിറ്റിവിറ്റി നമ്മൾ പറഞ്ഞു, പെട്ടെന്ന് സെൻസിറ്റീവ് ആയിട്ട് അല്ലെ റിയാക്ട് ചെയ്യുക. പിന്നെന്താ, എക്സ്പോസ് ആവാനുള്ള ആ ഒരു ടെൻഡൻസി. പിന്നെ അഡാപ്റ്റീവ് കപ്പാസിറ്റി കുറഞ്ഞിരിക്കും വൾണറബിൾ ആയിട്ടുള്ളവർക്ക്. അപ്പൊ അതൊക്കെയാണ്, അതെന്താണ് ആ കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കുക. പിന്നെ കേരളയുടെ കാര്യത്തിൽ പറയുവാണെങ്കിൽ എന്താണ്, 4 ഡിസ്ട്രിക്ട്സ് അത് നമുക്ക് ലോ വൾണറബിൾ എന്ന് പറയാം. കോസ്റ്റൽ അല്ലാത്ത ഏരിയാസ് ഒക്കെ ലോ വൾണറബിൾ, കോസ്റ്റൽ സൈഡ്സിൽ ഇതൊക്കെ മീഡിയം വൾണറബിൾ, അല്ലെ? പിന്നെ എന്താണ്, പിന്നെ ടൈപ്സ് ഓഫ് വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു 2 കറന്റ് ആൻഡ് ഫ്യൂച്ചർ എന്നുള്ള ഇതിൽ ഒതുക്കാൻ പറ്റുന്നതല്ല. സോഷ്യൽ, എക്കണോമിക്, അങ്ങനെ ഡിവിഷൻസ് ഉണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ പറഞ്ഞത് കറന്റ് വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ അനാലിസിസിൽ വൾണറബിലിറ്റി നോക്കുന്നത്. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന ക്ലൈമറ്റ് ചേഞ്ചിന്റെ വൾണറബിലിറ്റി അസസ് ചെയ്യുന്നത് ഫ്യൂച്ചർ വൾണറബിൾ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ
കേര പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ് പറഞ്ഞല്ലേ, അതുപോലെ തന്നെ കേരളത്തിലെ മറ്റൊരു പ്രോജക്റ്റ് ആണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ 2016. അപ്പൊ ഈ ഒരു പ്ലാനിൽ, അതായത് നമ്മുടെ ഈ ഫ്ലഡ് പ്രോൺ ആയിട്ടുള്ള റീജിയൻസിൽ എന്തൊക്കെ അഡാപ്റ്റേഷൻ മെഷേഴ്സ് പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു പ്ലാനിൽ പറയുന്നത്. എന്താണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ 2016. ഓക്കെ, അപ്പം ഇവിടെ അവര് പറയുന്നത് 14.52% ഓഫ് ടോട്ടൽ ഏരിയ ഇൻ കേരള, ഇത്രയും ഒരു ഏരിയ എന്ന് പറയുന്നത് ഫ്ലഡിനോട് കൂടുതൽ സാധ്യതയുള്ള ഏരിയ ആണ്. അപ്പം ആലപ്പുഴ ഡിസ്ട്രിക്റ്റിന്റെ കാര്യം എടുത്തു പറയുന്നുണ്ട്. 50% ഏരിയയും ആലപ്പുഴയിൽ ഫ്ലഡ് പ്രോൺ ആണ്. ഓക്കെ, പിന്നെ ലാൻഡ് സ്ലൈഡ്സിന് മോർ വൾണറബിൾ ആയിട്ടുള്ള അല്ലെ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെ ഡിസ്ട്രിക്ട്സ് ആണ്? വയനാട്, കോഴിക്കോട്, ഇടുക്കി, കോട്ടയം. ഹില്ലി ഏരിയാസ് ആണ് കൂടുതലും, പിന്നെ പ്ലസ് കോട്ടയം. ഓക്കെ, അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിലിതാ ടെക് PSC നിങ്ങൾക്കായി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസുകൾ, പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയടങ്ങിയ ഈ പാക്കേജ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. അതിൽ നമ്മൾ വൾണറബിലിറ്റി അല്ലെ, കോസ്റ്റൽ ഡിസ്ട്രിക്ട്സിനാണ് മോർ വൾണറബിൾ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്താണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ 2016. അപ്പോൾ ഈ ഒരു ആക്ഷൻ പ്ലാൻ 2016 എന്താണ് അതിന്റെ എയിം എന്ന് പറയുന്നത്? ഫ്ലഡ് പ്രോൺ ആയിട്ടുള്ള ഡിസ്ട്രിക്ട്സിന് അതിന് വേണ്ടിയിട്ടുള്ള അഡാപ്റ്റേഷൻ ആൻഡ് മിറ്റിഗേഷൻ മെഷേഴ്സ്, അതാണ് അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഈ ഒരു പ്ലാനിന്റെ റിപ്പോർട്ട് പ്രകാരം 14.52% അത്രയും ഏരിയ, കേരളത്തിന്റെ 14.5% ഏരിയയും ഫ്ലഡ് പ്രോൺ ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ അതില് ആലപ്പുഴ ഡിസ്ട്രിക്ട് എടുത്തു പറയുന്നത് 50%-ലേറെയും 50% ഓഫ് ദി ഏരിയയും ഫ്ലഡ് പ്രോൺ ആണ് ആലപ്പുഴ. ഓക്കെ, പിന്നെ ലാൻഡ് സ്ലൈഡ്സിന്റെ കാര്യം. ലാൻഡ് സ്ലൈഡ്സിൽ ഏത് ഡിസ്ട്രിക്ട്സ് ആണ് വൾണറബിൾ? വയനാട്, കോഴിക്കോട്, ഇടുക്കി ആൻഡ് കോട്ടയം. ഹില്ലി ഏരിയാസിലുള്ള അപ്ലാൻസ്, അവിടെയാണ് ലാൻഡ് സ്ലൈഡ്സിന് കൂടുതൽ വൾണറബിലിറ്റി വരുന്നു. പിന്നെ എന്താണ് വെറിസ്ക് മാപ്പിൾ ക്രോപ്സ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നൊരു വൾണറബിലിറ്റി ഇൻഡെക്സ് ഉണ്ട്. അതായത് വൾണറബിലിറ്റി എല്ലാ കൺട്രീസും സ്റ്റേറ്റ്സും നമ്മുടെ കുറെ ആസ്പെക്ട്സ്, അതായത് അഗ്രികൾച്ചർ മാത്രമല്ല എക്കണോമിക്സ് എല്ലാം നോക്കി. അപ്പൊ അതിൽ മൊത്തത്തില് വൾണറബിലിറ്റി, ക്ലൈമറ്റ് ചേഞ്ചിനോടുള്ള വൾണറബിലിറ്റി, ഇപ്പം പറയുകയാണെങ്കിൽ എന്താ ഡ്രോട്ട്, ഫ്ലഡ്, അപ്പൊ ഓരോ ക്ലൈമറ്റ് ചേഞ്ചും അല്ലെങ്കിൽ ഓരോ എക്കണോമിക് വൾണറബിലിറ്റിയോടും എങ്ങനെ റൂറൽ പീപ്പിൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അർബൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, ഇപ്പൊ അഗ്രികൾച്ചർ പറയുകയാണെങ്കിൽ പ്ലാന്റ്സിൽ ഓരോ ക്രോപ്സും എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അതിനെ വെച്ചിട്ട് വൾണറബിലിറ്റി ഇൻഡെക്സ് കണ്ടുപിടിച്ചു. അപ്പൊ കേരളത്തിന്റെ ആ ഒരു വെറിസ്ക് മാപ്പിൾ ക്രോപ്സ് ക്ലൈമറ്റ് ചേഞ്ച് വൾണറബിലിറ്റി ഇൻഡെക്സ് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു പേര് ഓർത്തു വെക്കുക, വെറിസ്ക് മാപ്പിൾ ക്രോപ്സ്. അപ്പൊ അതില് വൾണറബിലിറ്റി ഇൻഡെക്സ് ഓഫ് കേരള പറയുന്നത് 2.09 ആണ്. ഹോൾ സ്റ്റേറ്റിന്റെ ആണ്. ഓരോ ഡിസ്ട്രിക്റ്റിന്റെയും എടുത്തു, എന്നിട്ട് അതിന്റെ എല്ലാം ആവറേജ് കണ്ടുപിടിച്ചു. 2.09 ആണ് കേരള. അപ്പൊ അതൊന്നും ഓർത്തിരിക്കുക. പിന്നെ നമ്മുടെ നമ്മുടെ 2019 ഒരു അതായത് കേരളത്തിലെ 3-4 ഡിസ്ട്രിക്ട്സില് 2019 ജനുവരിയിൽ സബ്-സീറോ ടെമ്പറേച്ചർ വന്നിട്ടുണ്ട്. അതും ഒരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരു ഭാഗമാണ്. അപ്പം അതും ഈ ഒരു സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ റിപ്പോർട്ടിൽ ഈ ഒരു കാര്യം പറയുന്നുണ്ട്. പിന്നെ കോസ്റ്റൽ ലൈൻ, നമ്മൾ പറഞ്ഞു സോയിൽ ഇറോഷൻ, കോസ്റ്റൽ ഏരിയാസിൽ കൂടുതലും സോയില് കുറയുന്നു. അപ്പം അതിലെന്താ സ്റ്റേറ്റ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞല്ലോ, കോസ്റ്റൽ ഏരിയയുടെ ലെങ്ത് ടോട്ടൽ 580 കിലോമീറ്റർ എന്ന് പറഞ്ഞു. ആ ഒരു ലെങ്തിൽ വ്യത്യാസം വരിക 63% ആണ് ഡിക്രീസ് വന്നതായിട്ട് പറയുന്നത്.
ഓക്കെ, അപ്പം ഇതാണ് ഇപ്പം ആ ഒരു ഇയറും പ്ലാനും ഓർത്ത് വെക്കുക. നമ്മുടെ കേരളത്തിന്റെ പ്ലാനാണ്. പിന്നെ ഈ പറഞ്ഞ വൾണറബിലിറ്റി ഇൻഡെക്സിൽ കേരളത്തിലെ ഓരോ ഡിസ്ട്രിക്റ്റിന്റെയും ഞാൻ പറഞ്ഞല്ലേ റിസ്ക് കാറ്റഗറി, എക്സ്പോഷർ, വൾണറബിലിറ്റി, ഈ AWHC എന്ന് പറഞ്ഞ ആവറേജ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, NIA നെറ്റ് ഇറിഗേറ്റഡ് ഏരിയ ആണ്. അപ്പൊ അത് വെച്ചിട്ട് ഓരോ ഡിസ്ട്രിക്ട്സിനും എത്രയാണ് ഇത് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഹില്ലി ഏരിയാസിൽ കൂടുതൽ എന്താ ലാൻഡ് സ്ലൈഡ്സ് വരാനുള്ള സാധ്യത, കോസ്റ്റൽ ഏരിയാസിൽ കൂടുതൽ വിൻഡ് ഡയറക്ഷൻ കാരണം ക്ലൈമറ്റ് ചേഞ്ച്. അപ്പം എല്ലാ ഡിസ്ട്രിക്ട്സിലെയും കോസ്റ്റൽ ഡിസ്ട്രിക്ട്സിന്റെയും അതുപോലെ തന്നെ അപ്ലാൻസിന്റെ എല്ലാം വൾണറബിലിറ്റി ഓരോ ടേംസിൽ പറയുന്നുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് ആഡ് ചെയ്തതാണ്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞതും പറയാത്തതായ കുറച്ച് അബ്രിവിയേഷൻസ് ആണ്. അപ്പം ഇതൊന്നും ജസ്റ്റ് പറയാം. LULUCF എന്ന് പറഞ്ഞാൽ ലാൻഡ് യൂസ് ചേഞ്ച് ആൻഡ് ഫോറസ്ട്രി എന്നാണ്. അപ്പം നമ്മൾ ഫോറസ്റ്റ് കൺസർവേഷന്റെ ഭാഗത്ത് പറഞ്ഞു നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ലാൻഡ് യൂസ് ഒരു ഫോർമൽ ആയിട്ടുള്ള രീതിയിലല്ല നടക്കുന്നത്, അല്ലെ? ഫോറസ്റ്റിന്റെ നല്ലൊരു ശതമാനവും പ്ലാന്റേഷനിലേക്ക് പോയിട്ടുണ്ട്. അപ്പം അത് കുറച്ച് നമ്മൾ പറഞ്ഞു എന്താണ്, ജാക്ക് ഫ്രൂട്ട്സ് ഒക്കെ പ്ലാന്റ് ചെയ്താൽ കുറച്ചുകൂടെ ഫോറസ്റ്റിനെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും, ഗ്ലോബൽ വാർമിംഗ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ. അപ്പൊ ആ ഒരു ടേം ലാൻഡ് യൂസ് ചേഞ്ച് ആൻഡ് ഫോറസ്ട്രി, അങ്ങനെ ഒരു ടേം അതിനെ നമ്മൾ ഷോർട്ട് ആയിട്ട് പറയുന്നതാണ് എന്ത്, LULUCF എന്നുള്ളത്. പിന്നെ സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ച്, അതിന് SAPCC, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. SAPCC അതുപോലെ തന്നെ കേര, ഇതൊക്കെ കേരളത്തിന്റെയാണ്. ഈ SAPCC 2023 to 2030 അതൊരു മിഷനാണ്, അതിലെ വേരിയസ് പ്രോജക്റ്റ് ആണ്. അതിലെ ഒരു പ്രോജക്റ്റ് ആണ് കേര എന്ന് പറയുന്നത്. കേര വിൽ ബി ലോഞ്ച്ഡ് ഓൺ എന്താണ് 2024 അത്. ഇപ്പൊ അതിന്റെ ഫ്രെയിം വർക്ക് നടക്കുന്നേ ഉള്ളൂ. അതിന്റെ ഇംപ്ലിമെന്റും കാര്യങ്ങളും ഒക്കെ വരുന്നത് 2024 to 2025 ആണ്. അപ്പം അതൊക്കെ ഈ ഒരു സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ചിൽ വരുന്നതാണ്. പിന്നെ IPPU, ഇൻഡസ്ട്രിയൽ പ്രോസസ്സസ് ആൻഡ് പ്രൊഡക്റ്റ് യൂസ് എന്നാണ് അതിന്റെ അബ്രിവിയേഷൻ. പിന്നെ IPCC നമ്മൾ മുമ്പേ പറഞ്ഞല്ലേ, വൾണറബിലിറ്റി ആദ്യമായിട്ട് ആ ഒരു ടേം യൂസ് ചെയ്തത്, അതിനെ ഡിഫൈൻ ചെയ്തത് അതെന്താണ്, ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. പിന്നെ ക്യാൻസ, ക്ലൈമറ്റ് ആക്ഷൻ നെറ്റ്വർക്ക് സൗത്ത് ഏഷ്യ, ഇതും ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രികൾച്ചർ മാത്രമല്ല, ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെ ഏതൊക്കെ അതായത് ഇന്ത്യയിൽ എങ്ങനെ അത് ബാധിക്കുന്നു, അതിന് വേണ്ടിയിട്ടുള്ള അഡാപ്റ്റേഷൻ, മിറ്റിഗേഷൻ, ഓരോ ഇയറിലും വരുന്ന ചേഞ്ച്, ഇതിനെ പറ്റിയിട്ടൊക്കെ സ്റ്റഡീസും റിപ്പോർട്ടും ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് ക്യാൻസ. സൗത്ത് ഏഷ്യയിലെ ഓർഗനൈസേഷനാണ് ക്ലൈമറ്റ് ആക്ഷൻ നെറ്റ്വർക്ക് സൗത്ത് ഏഷ്യ എന്നാണ്, ക്യാൻസ എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ് PMVS, ഇത് നമ്മുടെ പെരിയാർ അല്ലെ, പെരിയാർ സംരക്ഷണം, വാട്ടർഷെഡ് മാനേജ്മെന്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു പ്ലാനിന്റെ അതായത് ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു സമിതി ഉണ്ട്. അപ്പൊ ആ ഒരു സമിതിയുടെ ഷോർട്ടാണ് പെരിയാർ മലിനീകരണ വിരുദ്ധ സമിതി എന്നാണ്. അതായത് നദി അല്ലെ, നമ്മൾ ഇന്നലെ പറഞ്ഞു ന്യൂട്രിയന്റ്, വാട്ടറിൽ ന്യൂട്രിയൻസ് കൊണ്ടുണ്ടാവുന്ന എന്താ മലിനീകരണം അല്ലെങ്കിൽ റിവർ വാട്ടറിനെ ക്ലീനപ്പ് ചെയ്യുന്ന ഒരു മിഷൻ, അതാണ് PMVS, പെരിയാർ മലിനീകരണ വിരുദ്ധ സമിതി. വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് റിവറിൽ ഇടുന്നത് തടയുക, മലിനീകരണം തടയുക. പിന്നെ UNCFF, യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, അത് ഗ്ലോബൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് വേൾഡിൽ. പിന്നെ നിക്ര, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഐക്കർ കൊണ്ടെന്നാണ് 2011 നാഷണൽ ഇന്നോവേഷൻസ് ഓൺ ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രികൾച്ചർ. ഓക്കെ, നിക്ര എന്നാണ് പറയുന്നത്. പിന്നെ വരുന്നത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവന്റ്സും പ്ലാൻസും ആണ്. ഇതിന്റെ എല്ലാം ഇയർ ഓർത്തു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് നമ്മുടെ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ഫസ്റ്റ് കോൺഫറൻസ് നടത്തി. അതായത് ഈ ഒരു കോൺഫറൻസ് ആണ് ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയിട്ട് വേൾഡിൽ ആദ്യമായിട്ട് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള കോൺഫറൻസ് എന്ന് പറയുന്നത് WMO കോൺഫറൻസ് ആണ്. 1979 ജനീവ വെച്ചിട്ടാണ്. നമുക്കറിയാം WMOയുടെ മെട്രോളജിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? WMO HQ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ജനീവയിലാണ് അല്ലേ? ഫസ്റ്റ് പോർഷൻ ക്ലാസ് കഴിഞ്ഞിട്ടില്ലായിരുന്നോ നിങ്ങൾക്ക്?
അതിൽ പഠിച്ചിരുന്നോ WMOയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ? ഹലോ, കേക്കുന്നില്ലേ വോയിസ്? ദേവി, കേക്കുന്നുണ്ടോ പറയുന്നത്? കേൾക്കുന്നുണ്ട് മിസ്സേ. WMOയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നോ മെട്രോളജിയുടെ ഫസ്റ്റ് ക്ലാസ്സിൽ? ഉണ്ടായിരുന്നു മിസ്സേ. ഓർമ്മയില്ല? ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു, ഓക്കെ ഓക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പൊ WMO കോൺഫറൻസ് നടന്നത് 1979 ജനീവ, സ്വിറ്റ്സർലാൻഡ്. പിന്നെ എന്താണ് റിയോ എർത്ത് സമ്മിറ്റ്. ഇതിനെ റിയോ കൺവെൻഷൻ എന്നാണ് അറിയപ്പെടുന്നത്. 1992 റിയോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ബ്രസീലിൽ വെച്ചിട്ടാണ് നടന്നത്. ആ ഒരു റിയോ എർത്ത് സമ്മിറ്റില് ഒരു എഗ്രിമെന്റ്, ഒരു ട്രീറ്റി സൈൻ ചെയ്തു. ആ ഒരു ട്രീറ്റിയിൽ പറയുന്നത് UNFCC, നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, അങ്ങനെ ഒരു കൺവെൻഷൻ ഫ്രെയിംവർക്ക് കൊണ്ടുവന്നത് ഈ ഒരു റിയോ എർത്ത് സമ്മിറ്റില് ആണ്. ആ ഒരു സമ്മിറ്റിലാണ് തീരുമാനിക്കുന്നത് ഇങ്ങനെ ഒരു UNFCC എന്നൊരു ഫ്രെയിംവർക്ക് വേണം, അത് ഇന്ന കാര്യങ്ങൾ ഒബ്ജക്റ്റീവ്സ് ചെയ്യണം എന്ന് പറഞ്ഞത് റിയോ കൺവെൻഷനിലാണ്. നെക്സ്റ്റ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ഈ മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഓസോൺ ലെയറിന്റെ O3യെ CFCs O2 ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഓസോണിന്റെ തിക്നെസ് കുറയ്ക്കുന്നു. അങ്ങനെ ഓസോൺ ലെയർ ഡിപ്ലീഷൻ നടക്കുന്നല്ലേ. അപ്പൊ ആ ഒരു പ്രോസസ്, അതായത് ഓസോൺ കൺസർവേഷൻ ആണ് മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. 1989 മോൺട്രിയൽ, കാനഡയിൽ വെച്ചിട്ടാണ് ആ ഒരു പ്രോട്ടോകോൾ നടന്നത്. പിന്നെ ക്യോട്ടോ പ്രോട്ടോകോൾ, ഇത് രണ്ടും ഫേമസ് ആണ്. 1997 ക്യോട്ടോ, ജപ്പാനിൽ വെച്ചിട്ടാണ്. അതിൽ GHG എമിഷൻ, അതാണ് മെയിൻ അജണ്ട എന്ന് പറയുന്നത്. GHG എമിഷൻ റിഡ്യൂസ് ചെയ്യുക, ഫോസിൽ ഫ്യൂൽസിൽ ഉപയോഗം കുറച്ചിട്ട് GHG എമിഷൻ കുറയ്ക്കുക. നെക്സ്റ്റ് എന്താണ്, പാരീസ് എഗ്രിമെന്റ്. ഈ ഒരു എഗ്രിമെന്റ് വരുന്നത് COP21. നമ്മള് സ്ലൈഡിൽ പറഞ്ഞ എന്താണ്, COP26 to 28 നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ഇവിടെ വെച്ചിട്ടാണ് നടന്നത്. COP26 എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ COP21, ഓക്കെ, അതായത് 2025 അല്ല കേട്ടോ, 2015 ആണ്. ഇത് ടൈപ്പിംഗ് എറർ. 2015 പാരീസ് എഗ്രിമെന്റ്, ആ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത് COP21 പാരീസിലാണ് നടന്നത്. COP26 അത് ഇന്നലെ നമ്മൾ പറഞ്ഞു, ഗ്ലാസ്ഗോവിലാണ് അത് നടന്നത്, 2021. പിന്നെ വരുന്നത് 20 to 23 എന്തൊക്കെയാണ്, COP27, COP28 UAE നടന്നത്, COP28. പിന്നെ NAPCC എന്താണ്, നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ച്, അത് 2008 ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്ലാൻ ആണ്. പിന്നെ ഐക്കർ, അതും ഇന്ത്യ, 2011. പിന്നെ SAPCC സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ച്, കേരള അല്ലെ, കേരള ഗവൺമെന്റ്, 2014. പിന്നെ നമ്മൾ ഈ റിയോ കൺവെൻഷൻ ഒക്കെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺവെൻഷനാണ് റംസാർ കൺവെൻഷൻ. കൺസർവേഷൻ ഓഫ് വെറ്റ്ലാൻഡ്സിൽ ഫ്ലഡും സോയിൽ ഇറോഷനും ഒക്കെ റെഡ്യൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ് ആയിട്ടാണ് ഈ ഒരു കൺവെൻഷൻ. 1971 ഇറ്റലിയിലാണ് ആ ഒരു കൺവെൻഷൻ നടന്നത്. ഇതാണ് ഈ ഒരു ഇയറും എവിടെ വെച്ചിട്ടാണ് നടന്നതും എന്നുള്ള അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ്. അഗ്രികൾച്ചർ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിലിതാ TechPSC നിങ്ങൾക്കായി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസുകൾ, പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയടങ്ങിയ ഈ പാക്കേജ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. ഓക്കെ, ഇപ്പം ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്.
അപ്പം എല്ലാരും ഒന്ന് റെസ്പോണ്ട് ചെയ്യാ കേട്ടോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്? ഇതിൽ ഏതൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് പറയാവോ ആരെങ്കിലും? All of ഓൾ them. ഓഫ് ദി അബവ്. All ഓക്കെ of ഓക്കെ them. ആ ഓക്കെ. അത് ഓരോന്നും പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്കറിയാലേ ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂൽസ് കാരണം. CH4 നമ്മൾ അഗ്രികൾച്ചർ റൈസ് പാഡിയിൽ പറഞ്ഞു അതിന്റെ ആ ഒരു ട്രാൻസ്ഫറിനെ ഹെൽപ്പ് ചെയ്യുന്നത് റൈസ് ആണെന്ന്. അതുപോലെ തന്നെ ബയോഗ്യാസിന്റെ പ്രൊഡക്ഷനിൽ എന്താണ് മീഥേൻ ഉണ്ടാവുന്നുണ്ട്. നൈട്രസ് ഓക്സൈഡ് എങ്ങനെ ഉണ്ടാവുന്നത്? കമ്പഷൻ പ്രോസസ് അല്ലെ? കമ്പഷൻ പ്രോസസ്സ് അതുപോലുള്ള കാര്യങ്ങൾ. നൈട്രസ് ഓക്സൈഡിന് അതുപോലെ തന്നെയാണ് സൾഫർ ഡയോക്സൈഡ് എന്ന്. അത് സൾഫർ ഡയോക്സൈഡും സൾഫർ ടെട്രാഫ്ലൂറൈഡും ഇത് രണ്ടും എപ്പോഴും കൺഫ്യൂഷൻ വരും. സൾഫർ ഡയോക്സൈഡ് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല കേട്ടോ. പക്ഷേ SF6 ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. അപ്പൊ നമ്മൾ ആ നോട്ട്സിൽ ഒന്ന് കൃത്യമായിട്ട് നോക്കി. SF6 ഞാൻ നോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. SO2 ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല. അത് പല ഓപ്ഷനിലും നമ്മൾ കൺഫ്യൂഷൻ ആവാറുണ്ട്. CO2 CH4 N2ന്റെ കൂടെ SO2 കൂടെ കയറി വരും. അപ്പൊ SO2 ഒരു GHG അല്ല കേട്ടോ. ഓക്കെ നെക്സ്റ്റ് നമ്മൾ റംസാർ കൺവെൻഷൻ എന്താണ്? മിഷൻ ഓഫ് റംസാർ കൺവെൻഷൻ പറഞ്ഞല്ലോ. ഏതാണ്? വെറ്റ്ലാൻഡ് അല്ലേ? വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആണ്. എന്നാണ് ഇത് വന്നത്? 1971. അപ്പം അതിന്റെ കോ ഫൗണ്ടർ ആരാണ്? എസ്കാന്ദർ ഫിറൌസ്. ഇപ്പൊ ഫോർമർ എൻവയോൺമെന്റൽ മിനിസ്റ്റർ ആണ് ഇറാനിലെ. അപ്പം എസ്കാന്ദർ ഫിറൌസ് ആണ് ഈ ഒരു റംസാർ കൺവെൻഷനെ നേതൃത്വം വഹിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ മെയിൻ അജണ്ട എന്താണ്? വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആണ്. ഓക്കെ, റംസാർ കൺവെൻഷൻ. നെക്സ്റ്റ് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്? ഏതാണ്? ഞാനിപ്പോ പറഞ്ഞു ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏതാണ്? ഇതിലല്ല ഏതാണ്? സൾഫർ ഡയോക്സൈഡ്. അതെ അതെ, ഓക്കെ, സൾഫർ ഡയോക്സൈഡ്. എൽ നിനോ ഈസ് അസോസിയേറ്റഡ് വിത്ത് എൽനിനോ എന്താണ്? നമ്മള് ക്ലാസ്സിൽ പറഞ്ഞല്ലോ എൽനിനോ. അതിന് ഒരു ഓവർനെയിം ഉണ്ടല്ലോ. കൂൾ ഫേസ് ആണോ വാം ഫേസ് ആണോ എൽനിനോ? വാം ഫേസ്. ഓർമ്മയുണ്ടോ? വാം ഫേസ്. അപ്പൊ ഇതിൽ നിന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. വാം ഫേസ് ആവുമ്പം വാം ഫേസുമായിട്ട് റിലേഷൻ ഉള്ള ഓപ്ഷൻ ഇതിൽ ഡ്രോട്ട് കണ്ടീഷൻ. യെസ്, ഡ്രോട്ട് കണ്ടീഷൻ. ഓക്കെ, നെക്സ്റ്റ്. ക്യോട്ടോ പ്രോട്ടോകോൾ ഈസ് റിലേറ്റഡ് ടു ദ റിഡക്ഷൻ ഓഫ്. രണ്ട് പ്രോട്ടോകോളും എന്താണ്? നമ്മൾ മോൺട്രിയലിന്റെ പറഞ്ഞു, ക്യോട്ടോ പറഞ്ഞു. മോൺട്രിയൽ എന്തായിരുന്നു? ഓസോൺ ലെയർ ഡിപ്ലീഷൻ. ക്യോട്ടോ പ്രോട്ടോകോൾ എന്തായിരുന്നു പറഞ്ഞത്? ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ. ഓക്കെ. മെയിൻ കോൺട്രിബ്യൂട്ടർ ടു ഡീഫോറസ്റ്റേഷൻ ഗ്ലോബലി ഏതാണ്? അർബനൈസേഷൻ ആണോ, അഗ്രികൾച്ചർ ആണോ, മൈനിങ് ആണോ, ഇൻഡസ്ട്രിയലൈസേഷൻ ആണോ? ഇതിലേതാണ് മെയിൻ കോൺട്രിബ്യൂട്ടർ ടു ഡീഫോറസ്റ്റേഷൻ? പറഞ്ഞോ. അർബനൈസേഷൻ അല്ല. ഇൻഡസ്ട്രിയലൈസേഷൻ അതൊരു കാരണമാണ്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ മെയിൻ കോൺട്രിബ്യൂട്ടർ എന്നാണ്. അപ്പൊ അതിന്റെ ആൻസർ അഗ്രികൾച്ചർ ആണ് കേട്ടോ. അപ്പം ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രികൾച്ചറിനെ പഠിക്കുന്നത്. അഗ്രികൾച്ചറൽ ആണ് സ്റ്റഡീസിലൂടെ ഏറ്റവും കൂടുതൽ ഡീഫോറസ്റ്റേഷന് കാരണമാവുന്നത്. ഓക്കെ, നെക്സ്റ്റ്. വിച്ച് റീജിയൻ ഈസ് മോസ്റ്റ് വൾണറബിൾ ടു ദ ഇമ്പാക്ട് ഓഫ് സീ ലെവൽ റൈസ്? നമ്മൾ പറഞ്ഞതാണ്. ഏത് ഏരിയാസ് ആണ്? മൗണ്ടേനിയസ് ആണോ, കോസ്റ്റൽ ആണോ, ഡെസേർട്സ് ആണോ, പോളാർ ആണോ? കോസ്റ്റൽ ഏരിയാസ്. ഓക്കെ, കോസ്റ്റൽ ഏരിയാസ് ആണ് കൂടുതലും വൾണറബിൾ ടു സോയിൽ ഇറോഷനും കോസ്റ്റൽ ഏരിയാസ് ആണ്. നെക്സ്റ്റ്. പെർമാഫ്രോസ്റ്റ് റെഫേഴ്സ് ടു ദ പെർമനന്റ്ലി ഫ്രോസൺ. പെർമാഫ്രോസ്റ്റ് നമ്മൾ പറയാത്തൊരു കാര്യമാണ്. പെർമാഫ്രോസ്റ്റ് എന്ന ടേം ഉപയോഗിക്കുന്നത് സോയില് പെർമനന്റ്ലി ഫ്രോസൺ ആവുമ്പോൾ ആ ഒരു സോയിലിനെ, അതായത് ഫ്രോസൺ ആയിട്ടുള്ള സോയിലിനെയാണ് പെർമനന്റ്ലി, അതിന് റിവേഴ്സിബിൾ ആണ് കേട്ടോ.
ആ ഒരു സോളിഡിനെ വിളിക്കുന്ന പേരാണ് പെർമാഫ്രോസ്റ്റ് എന്ന്. ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ പെർമാഫ്രോസ്റ്റ് റെഫേഴ്സ് ടു ദ പെർമനന്റ്ലി ഫ്രോസൺ സോയിലാണ്. റോക്സ് അല്ല, സോയിലാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മോൺട്രിയൽ പ്രോട്ടോകോൾ പറഞ്ഞതാണ്. ക്യോട്ടോ പറഞ്ഞു, GHG. മോൺട്രിയൽ എന്താണ്? മോൺട്രിയൽ എന്തായിരുന്നു? മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ ഒബ്ജക്റ്റീവിന് കാരണമാകുന്ന ഒരു ഗ്യാസ് ഇതിൽ പറയുന്നുണ്ട്. ഏതാണ് ആ ഗ്യാസ്? അല്ലെങ്കിൽ ഏതാണ് ആ ഒരു കെമിക്കല്? മോൺട്രിയൽ പ്രോട്ടോകോൾ എയിംസ് ടു എന്താണ്? ഓസോൺ ലെയർ ഡിപ്ലീഷൻ ആണ് അല്ലെ. ഓസോൺ ലെയർ ഡിപ്ലീഷന് കാരണമാകുന്നത് ക്ലോറോ ഫ്ലൂറോ കാർബൺസ് അല്ലേ, CFCs അല്ലെ. CFCസിലെ ക്ലോറിൻ ഫ്രീ റാഡിക്കല് ഓസോണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്താണ്, O2+O ആക്കുന്നു അല്ലെ. ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ആണ്. ഇപ്പം ഏത് ഇയർ ആയിരുന്നു? 1989 ആണ് മോൺട്രിയൽ പ്രോട്ടോകോൾ കേട്ടോ. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ലാൻഡ് യൂസ് കോസസ് ഗ്ലോബൽ വാർമിംഗ്? ശരിക്കും വായിച്ചു നോക്കിയേ. ഇൻക്രീസ് ഇൻ ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. അത് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുമോ? ഇൻക്രീസ് ഇൻ ദ ഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? സോയിലിന്റെ ഫെർട്ടിലിറ്റി കൂടുക. അത് സോയിലിനെ സംബന്ധിച്ച് എന്താണ്? അഗ്രികൾച്ചറിനെ സംബന്ധിച്ച് എന്താണ്? ഒരു പോസിറ്റീവ് ആണ് അല്ലെ. അത് ഒരിക്കലും ഗ്ലോബൽ വാർമിന് കാരണമാകത്തില്ല. സർഫേസ് റിഫ്ലക്റ്റൻസ് എന്താണ്? സർഫസ് റിഫ്ലക്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ മൾച്ചിങ്ങിനെ പറ്റി പറഞ്ഞായിരുന്നു. മൾച്ചിങ് എങ്ങനെയാണ് ഗ്ലോബൽ വാർമിംഗ് റെഡ്യൂസ് ചെയ്യുന്നത്? മൾച്ചിങ് ചെയ്യുമ്പോൾ നമ്മുടെ സോയിലിന് കവർ അല്ലെ, സോയിലിന് ഒരു ഫിസിക്കൽ ബാരിയർ ആയിട്ടാണ് മൾച്ച് പ്രവർത്തിക്കുന്നത്. ഫിസിക്കൽ ബാരിയർ, അതായത് നേരിട്ട് സോയിലിനെ സൂര്യപ്രകാശം പതിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു. അതിലൂടെ എന്താണ്? ഡയറക്റ്റ് എനർജി സോയിലിലേക്ക് വരുന്നില്ല, ടെമ്പറേച്ചർ ഡിക്രീസ് ആവുന്നു. അപ്പം ആ ഒരു ടേം ആണ് സർഫസ് റിഫ്ലക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഫോറസ്റ്റേഷൻ എന്താണ്? ഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത് ഡിഫോറസ്റ്റേഷന്റെ ഓപ്പോസിറ്റ്. അത് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവുമോ? ഇല്ല. അഡോപ്റ്റിംഗ് ഓർഗാനിക് ഫാമിങ്, അതും എന്താണ്? ഗ്ലോബൽ വാർമിങ്ങിനെ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പൊ എന്താണ് ഇതിന്റെ ആൻസർ? സർഫസ് റിഫ്ലക്റ്റൻസ് ആണ്. യെസ്. അപ്പം ഡയറക്റ്റ് സോയിലിലേക്ക് ഇൻസിഡൻസ് ചെയ്യുന്ന സോളാർ എനർജി പെട്ടെന്ന് റൈസ് ഇൻ ടെമ്പറേച്ചറിന് കാരണമാവുകയും ഗ്ലോബൽ വാർമിംഗ് കാരണമാവുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതിനാണ് നമ്മളൊരു ആൽബിഡോ എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞായിരുന്നു. ആൽബിഡോ എപ്പോഴും ആൽബിഡോ സർഫസ് റിഫ്ലക്റ്റൻസുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു വേർഡാണ് ആൽബിഡോ. ആ ഒരു റേഷ്യോ, എനർജിയുടെ റേഷ്യോ ആണ് ആൽബിഡോ എന്ന് പറയുന്നത്. ആൽബിഡോ പ്ലാന്റ്സിന് എപ്പോഴും ആൽബിഡോ കുറവായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണ്, നമ്മുടെ ഈ ടെമ്പറേച്ചർ റൈസിനെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഗ്ലോബൽ വാർമിങ്ങും കുറയും. ഓക്കെ ഇത് തന്നെയാണ് എക്സ്പ്ലനേഷൻ. എന്താണ്? എർത്ത് ആൽബിഡോയെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഏറ്റവും ഡയറക്റ്റ് മെത്തേഡാണ് സർഫസ് റിഫ്ലക്റ്റൻസ്. അതിന്റെ ഒരു മെത്തേഡ് എന്താണ്? മൾച്ചിങ്. ഓക്കെ, നെക്സ്റ്റ് കൺസെപ്റ്റ്. ഇത് ഒരു നമ്മൾ ഡീൽ ചെയ്ത ക്ലൈമറ്റ് ചേഞ്ച് ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പം എന്തൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ക്ലൈമറ്റ് ചേഞ്ച് ഇൻഡിക്കേറ്റേഴ്സ്? ഒന്ന് നോക്കുക. അപ്പം ഇതിൻ്റെ അതിൽ പറയുന്നത് മെയിനായിട്ടും 3 ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ടെക്ടോണിക് ഇൻഡിക്കേറ്റേഴ്സ്. ടെക്ടോണിക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്, അതായത് എർത്ത് മൂവ്മെന്റ്, എർത്തിന്റെ ഉള്ളിൽ, അതായത് ഇൻസൈഡ് ഓഫ് എർത്ത് നടക്കുന്ന ഹീറ്റിംഗ് പ്രോസസ്സസ്, വോൾക്കാനിക് പ്രോസസ് അല്ലെ, ആ ഒരു പ്രോസസ്സ് കാരണം സംഭവിക്കുന്ന പ്രക്രിയകളെയാണ് ടെക്ടോണിക് പ്രോസസ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു പ്രോസസ്സാണ് ടെക്ടോണിക്. അപ്പം അങ്ങനെ വരുന്ന ചേഞ്ചസിനെ, അതായത് ടെക്ടോണിക് പ്രോസസ്സ് നടന്ന് ചേഞ്ചസ് വരുമ്പോൾ അത് നമ്മുടെ മൗണ്ടെയിൻസ്, അതായത് ഹിമാലയ അല്ലെ, മൗണ്ടെയിൻസിൽ എയർ, ഈ ഒരു വിൻഡ് വന്നിട്ട് മൗണ്ടെയിൻസിൽ തട്ടിയിട്ട് കൂളർ റീജിയൻസിലേക്ക് വാം എയർ ആയിട്ട് പോകുന്ന ഒരു പ്രക്രിയ സംഭവിക്കുന്നുണ്ട്. ഈ ടെക്ടോണിക് പ്രോസസ്സിന്റെ റിസൾട്ടന്റ് ആയിട്ടാണ് ഈ ഒരു പ്രോസസ്സ്, അതായത് വോൾക്കാനിക് പ്രോസസ്സസ്, ഹീറ്റിംഗ് പ്രോസസ് ഇൻസൈഡ് ദ എർത്ത്, അതിന്റെ കാരണമായിട്ട് സംഭവിക്കുന്ന ലാർജ് മൗണ്ടൻസിൽ സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പം വാം എയർ മൗണ്ടൻസിലേക്ക് വന്നിട്ട് ഡിഫ്ലക്ട് ചെയ്ത് കൂളർ റീജിയൻസിലേക്ക് പോകുന്ന ഒരു പ്രക്രിയ.
അപ്പം അങ്ങനെ സംഭവിക്കുമ്പോൾ ഇതൊരു ടെക്ടോണിക് ഇൻഡിക്കേറ്റർ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു എർത്തിന്റെ മൂവ്മെന്റും എർത്തിന്റെ ഇൻസൈഡ് നടക്കുന്ന പ്രക്രിയകളും നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല. ഓക്കെ, അപ്പം അതിന്റെ റിസൾട്ടന്റ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഇങ്ങനെ സംഭവിക്കുമ്പം നമ്മൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഇൻഡിക്കേഷൻ ആണ് ടെക്ടോണിക് ഇൻഡിക്കേറ്റർ. ഇതൊരു വളരെ ലോങ് പീരീഡിലാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, പെട്ടെന്ന് സംഭവിക്കുന്നതല്ല, വർഷങ്ങൾ എടുത്തിട്ടാണ് ഈ ഒരു പ്രക്രിയ സംഭവിക്കുന്നത്. അപ്പോൾ അതാണ് ടെക്ടോണിക് ഇൻഡിക്കേറ്റർ. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഈസ് നോട്ട് ഇൻഡിക്കേറ്റർ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ചിന് ഇൻഡിക്കേറ്റേഴ്സ് അല്ലാത്തത് ഏതാണെന്നാണ്. അപ്പോൾ ടെക്ടോണിക് ഇൻഡിക്കേറ്റർ ആണോ? അതെ. പിന്നെ വരുന്നത് എന്താണ്? ക്രയോജനിക്. ക്രയോജനിക് എന്താണ്? മെൽറ്റിംഗ് ഓഫ് ഐസ് ആണ് അവിടെ വരുന്നത്. അതായത് ഗ്ലോബൽ വാർമിംഗ് വരുമ്പോൾ ഏറ്റവും ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ഹിന്റ് ആണ് മെൽറ്റിംഗ് ഓഫ് ഐസ്. അതായത് റാപ്പിഡ് ആയിട്ട് ഐസ് വാട്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്യുക, അല്ലെ, മെൽറ്റിംഗ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതൊരു ക്രയോജനിക് ഇൻഡിക്കേറ്റർ ആണ്. ഗ്ലോബൽ വാർമിംഗ് സംഭവിക്കുന്നു, ക്ലൈമറ്റ് ചേഞ്ച് വരുന്നുണ്ട്, അല്ലെ വന്നു എന്ന് നമുക്ക് ഹിന്റ് തരുവാണ്. അതിനാണ് നമ്മൾ ക്രയോജനിക് ഐസ് മെൽറ്റിങ്ങിലൂടെ നമുക്ക് പറഞ്ഞു തരും ഗ്ലോബൽ വാർമിംഗ് ഇൻക്രീസ്. അപ്പോൾ അതും ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഇൻഡിക്കേറ്റർ ആണ്. നെക്സ്റ്റ് വരുന്നത് ഫ്ലോറൽ ഫോർമുല. ഫ്ലോറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോറൽ പാർട്സ്. ഇപ്പം നമ്മുടെ ഫ്ലവറിന്റെ എന്തൊക്കെയാണ് പാർട്സ്? പെറ്റൽസ്, ആന്തർ, സ്റ്റിഗ്മ, പിസ്റ്റിൽ, സ്റ്റാമൻ, അല്ലെ? അപ്പം ആൻഡ്രീഷ്യം, ഗൈനീഷ്യം പോലുള്ള ഫ്ലവറിന്റെ പാർട്ട്, സിമ്മെട്രി, ഇതിലൊക്കെ മാറ്റം വരിക. അപ്പം നമുക്ക് അറിയാം എന്താണ് പീക്ക് ഏതാണ് പീക്കൊക്കെ കീൽപ്പെറ്റൽ ഉണ്ടെന്ന് അറിയാം, അല്ലെ? ഈ കീൽപ്പെറ്റൽ എത്രയാണ്? 2 എണ്ണമാണ്. അപ്പം ഈ ഒരു 2 കീൽപ്പെറ്റലിന്റെ ഷേപ്പിൽ വരുന്ന ഡിഫറൻസ്, സിമ്മെട്രി, ഇതൊക്കെ ഫ്ലോറൽ ഇൻഡിക്കേറ്റർ ആണ്. അപ്പം ക്ലൈമറ്റ് ചേഞ്ച് വരുന്ന സമയത്ത് ഫ്ലവറിങ്ങിന് നല്ല രീതിയിൽ ഒപ്റ്റിമം ടെമ്പറേച്ചറും സൺഷൈനും ഫ്ലവറിങ്ങിന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ്. അപ്പം ചെറിയൊരു ക്ലൈമറ്റ് ചേഞ്ച് വന്നാൽ തന്നെ ഫ്ലവേഴ്സ് പെട്ടെന്ന് സെൻസിറ്റീവ് ആവും. അപ്പൊ അത് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിമ്മെട്രിയിലും, അതായത് നമ്പർ ഓഫ് ഓർഗൻസിലും ഒക്കെ വ്യത്യാസം വരുത്തുന്നത്. അഡാപ്റ്റേഷൻ ആയിട്ട് കാണിക്കുന്നതാണ് ഫ്ലോറൽ ഇൻഡിക്കേറ്റർ. അപ്പൊ അതും ക്ലൈമറ്റ് ചേഞ്ചിന് ഇൻഡിക്കേറ്റർ ആണ്. അപ്പം പെട്ടെന്ന് നമ്മൾ റൈസിന്റെ ബോട്ടണി പഠിച്ചു. അപ്പം റൈസിന്റെ ഫ്ലവറിന്റെ പെറ്റലിന്റെ എണ്ണത്തില് അല്ലെങ്കിൽ ആന്തറിന്റെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നു. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ഒരു റീജിയനിലെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ട് എന്തോ സംഭവിച്ചിരിക്കുന്നു. അപ്പൊ അത് ഒരു ഫ്ലോറൽ ഇൻഡിക്കേറ്റർ ആണ്. അപ്പം നോട്ട് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. അപ്പൊ ലോങ് ടേം ചേഞ്ച് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഫ്ലോറൽ ഇൻഡിക്കേറ്റർ ആണ്, ക്രയോജനിക് ആണ്, ടെക്ടോണിക് ആണ്. ലോങ് ടേം ചേഞ്ച്, ഇതാണ് അതിന്റെ ആൻസർ വരുന്നത്. അപ്പൊ ആ 3 ഇൻഡിക്കേറ്റേഴ്സിന് ഒന്ന് ഓർത്തിരിക്കുക: ടെക്ടോണിക്, ക്രയോജനിക്, ഫ്ലോറൽ. ക്ലിയർ ആണോ അത്? നെക്സ്റ്റ് വരുന്നത് ദ റിലേഷൻ ഓഫ് ക്ലൈമാറ്റിക് റിജീംസ് ആൻഡ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ. അത് പറഞ്ഞോ, നമ്മൾ പറഞ്ഞതാണ്, സ്ലൈഡ്സിൽ പറഞ്ഞതാണ്. പറഞ്ഞു എന്താണ് റിലേഷൻ ബിറ്റ്വീൻ ക്ലൈമാറ്റിക് റിജീംസ് ആൻഡ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ? ക്ലൈമറ്റോളജി ആയിരുന്നോ? അപ്പൊ അഗ്രികൾച്ചർ എവിടെ പോയി? അഗ്രോ ക്ലൈമറ്റോളജി. യെസ്, അഗ്രോ ക്ലൈമറ്റോളജി ആണ് കേട്ടോ. അപ്പോ ക്ലൈമാറ്റോളജി എന്ന് പറയുന്നത് ജസ്റ്റ് സ്റ്റഡി ഓഫ് ദ എർത്ത് ക്ലൈമറ്റ് കേട്ടോ. ജസ്റ്റ് എർത്തിന്റെ ക്ലൈമറ്റിനെ പറ്റി മാത്രം പഠിക്കുക. പാസ്റ്റിലും പ്രസന്റിലും ഫ്യൂച്ചറിലും എങ്ങനെയായിരുന്നു ക്ലൈമറ്റ് ചേഞ്ച് സംഭവിച്ചത്, അത് മാത്രമാണ് ക്ലൈമറ്റോളജി ഡീൽ ചെയ്യുന്നത്. അവിടെ അഗ്രികൾച്ചറിന് പ്രാധാന്യമില്ല. അഗ്രോ മെറ്റീരിയോളജി എന്താണ്? സ്റ്റഡി ഓഫ് വെതർ ആൻഡ് ക്ലൈമറ്റ്. ക്ലൈമറ്റ് ചേഞ്ച് വെച്ചിട്ട് നമ്മൾ അഗ്രികൾച്ചറൽ ക്രോപ്സിന് അത് അപ്ലൈ ചെയ്യുന്നു, ഫോർകാസ്റ്റ് ചെയ്തിട്ട് ശരിയായ രീതിയിൽ പ്രൊഡക്ഷൻ നടത്തുന്നു. ഓക്കെ, അഗ്രോ ക്ലൈമറ്റോളജി എന്താണ്? അഗ്രോ മെറ്റീരിയോളജിയുടെ അതായത് അതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. പക്ഷെ എന്താണത് അവിടെ കൂടുതലും വരുന്നത് ലോങ് ടേം ആയിട്ടുള്ള മെറ്റീരിയോളജി,
അല്ലെ? ഒരു ലോങ് ടേം അഗ്രോമെട്രോളജിയിൽ നമുക്ക് വെതറിനെ കൂടുതൽ ഫോക്കസ് ചെയ്താൽ മതി. പക്ഷെ ക്ലൈമറ്റോളജിയിൽ കൂടുതലും ക്ലൈമറ്റ് ലോങ് ടേം നമ്മൾ ഇപ്പം 5 വർഷം കഴിഞ്ഞുള്ള കാര്യങ്ങൾ വരെ നമുക്ക് ഈ ഒരു അഗ്രോ ക്ലൈമാറ്റോളജിയിൽ ഡീൽ ചെയ്തതായിട്ട് വരും. അപ്പൊ അതാണ് മെട്രിയോളജിയും ക്ലൈമാറ്റോളജിയും തമ്മിലുള്ള ഡിഫറൻസ്. വെതർ ആണ് മെട്രിയോളജിയുടെ ഫോക്കസ്. ക്ലൈമറ്റും ഉണ്ട്, പക്ഷേ കൂടുതലും മെട്രിയോളജിയിൽ നമ്മൾ കറന്റ് വെതർ ക്ലൈമറ്റ് നോക്കുമെങ്കിലും കറന്റ്ലി എന്താണ് ഫോക്കസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ബിൽഡപ്പ് ഓഫ് ടോക്സിൻസ് ഇൻ എ ഫുഡ് ചെയിൻ ഈസ് നോൺ ആസ്. ഇത് 12th സയൻസിൽ നമ്മൾ ഇഷ്ടംപോലെ ഉപയോഗിച്ചിട്ടുള്ള വേർഡാണ്. എന്താണ് ഇതിന്റെ ആൻസർ? ബിൽഡപ്പ് ഓഫ് ടോക്സിൻസ് ഇൻ എ ഫുഡ് ചെയിൻ. ഫുഡ് ചെയിൻ എന്താണെന്ന് അറിയാവോ? ഫുഡ് ചെയിൻ സണ്ണിൽ നിന്നും നമ്മുടെ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഓട്ടോട്രോപ്സ് അല്ലെ, അതായത് പ്ലാന്റ്സ് ഡയറക്ട്ലി ഫോട്ടോസിന്തസിസ് ചെയ്തിട്ട് ഫുഡ് ഉണ്ടാക്കുന്നു. പ്ലാന്റ്സിനെ എന്താണ് ലോവർ ലെവൽസ് ആനിമൽസ് കഴിക്കുന്നു, അവരിൽ നിന്നും നമുക്ക് അല്ലേ ഹ്യൂമൻസ് ഹയർ ലെവൽ ഓർഗാനിസത്തിലേക്ക് ഫുഡ് എത്തിക്കുന്നു. അപ്പൊ ആ ഒരു പ്രോസസ്സാണ്, ആ ഒരു ചെയിനെയാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഫുഡ് ചെയിൻ ലിങ്കേജില് ടോക്സിൻസ് ബിൽഡപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെ എന്താണ് പറയുന്നത്? അറിയാമോ ആർക്കെങ്കിലും? ബയോമാഗ്നിഫിക്കേഷൻ ആണ് കേട്ടോ. ബയോമാഗ്നിഫിക്കേഷൻ, അതായത് ഓരോ ലെവൽ ഓഫ് ഓർഗാനിസത്തിൽ നിന്ന്, അതായത് ഇപ്പൊ ഫിഷ് എന്താണ് കഴിക്കുന്നത്? സീയിൽ വളരുന്ന കുഞ്ഞു കുഞ്ഞു ചെടികൾ ഫിഷ് കഴിക്കുന്നു. അപ്പോ ആ ഒരു പ്ലാന്റ്സിന് അല്ലെങ്കിൽ ആ ഒരു സീല് മെർക്യൂറിക് ലെവല് അല്ലെ മെർക്കുറിയുടെ ഒരു അംശം ഉണ്ടായിരുന്നു. അപ്പം ഈ ഫിഷ് ആ ഒരു പ്ലാന്റ് കഴിക്കുന്ന സമയത്ത് ഈ ഒരു മെർക്കുറിയുടെ ആ ഒരു മോളിക്യൂൾ എന്താണ് ഫിഷിന്റെ ശരീരത്തിലേക്ക് ചെല്ലുന്നു. അപ്പൊ ആ ഒരു ഇത് ദഹിക്കാതെ നമ്മുടെ ഫിഷിന്റെ ഉള്ളിൽ കിടക്കുന്നു. അപ്പൊ ഈ ഒരു ഫിഷ് നമ്മൾ മനുഷ്യൻ ഭക്ഷിക്കുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആനിമൽസ് ഭക്ഷിക്കുന്നു, അതുവഴി നമ്മൾ മനുഷ്യൻ ഭക്ഷിക്കുന്നു. ഇതിങ്ങനെ ഹയർ ലെവൽ ഓർഗാനിസത്തിലേക്ക് എത്തുമ്പോഴും ഈ ഒരു കെമിക്കൽ, ആ ഒരു കെമിക്കൽ എന്താണ് ഡൈജസ്റ്റ് ചെയ്യാതെ നമ്മുടെ ശരീരത്തിൽ അക്യുമുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ ബയോ അക്യുമുലേഷൻ എന്നല്ല പറയുന്നത്. അക്യുമുലേഷൻ ആണ് സംഭവിക്കുന്നതെങ്കിലും ഈ ഒരു അക്യുമുലേഷൻ നടന്ന് ഹയർ ലെവലിലേക്ക് ചെല്ലുമ്പോൾ ആ ഒരു ലോവർ ലെവലിനെക്കാട്ടിലും ട്രേസസ് കൂടുതലായിരിക്കും. അപ്പം 0.5 മില്ലിഗ്രാം ആണ് ഫസ്റ്റ് അത് ഉണ്ടായിരുന്നതെങ്കിൽ ഈ ഹയർ ലെവൽ ഓർഗാനിസത്തിൽ നിന്ന് പലയിടത്തു നിന്നും ഇത് ടോക്സിൻസ് കിട്ടി ഹയർ ലെവൽ ഓർഗാനിസത്തിൽ വന്നപ്പം അതൊരു 0.6 7 ആയി മാറി. മെർക്കുറി ഒരു കെമിക്കലാണ് അല്ലെ, അത് ദഹിക്കത്തില്ല. അപ്പം അവിടെ മാഗ്നിഫിക്കേഷൻ ആണ് സംഭവിക്കുന്നത്. ആ ഒരു കെമിക്കലിന്റെ അളവ് അക്യുമുലേറ്റ് ചെയ്ത് മാഗ്നിഫൈ ആയി കുമിഞ്ഞുകൂടി. ഓക്കെ, അപ്പം അതിനെയാണ് മാഗ്നിഫിക്കേഷൻ, ബയോമാഗ്നിഫിക്കേഷൻ എന്നാണ് പറയുന്നത് ആ ഒരു ടേമിന്. ഇപ്പോ എന്താണ് ഞാൻ പറഞ്ഞത് തന്നെ, എന്താ ഗ്രീൻ പ്ലാന്റ്സ്, ഫിഷ് അതിനെ ഭക്ഷിക്കുന്നു, അതിനെ മാൻ അത് കഴിക്കുന്നു. അപ്പൊ അങ്ങനെ ടോക്സിൻസ് ട്രാൻസ്ഫർ ചെയ്ത് കോൺസെൻട്രേഷൻ ഓഫ് ടോക്സിക് സബ്സ്റ്റൻസ് ഇൻക്രീസസ് ഇൻ ലിവിംഗ് ഓർഗാനിസം വൈൽ ഗോയിങ് അപ്പ് ഇൻ എ ഫുഡ് ചെയിൻ. അപ്പം അതിന്റെ എക്സാമ്പിൾസ് മെയിൻ ആയിട്ട് വരുന്നത് എന്താണ്? പെസ്റ്റിസൈഡ്സ്, ഹെവി മെറ്റൽസ്, മെർക്യൂറി നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പം ബയോമാഗ്നിഫിക്കേഷൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്. വിച്ച് ഡിസാസ്റ്റർ ഈസ് മോസ്റ്റ് ലൈക്ലി ടു ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ക്ലൈമറ്റ് ചേഞ്ച്? ഏതാണ് പറയാവോ? ഏത് ഡിസാസ്റ്റർ ആണ് ക്ലൈമറ്റ് ചേഞ്ചിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ആവുന്നത്? എർത്ത് ക്വേക്ക് ആണോ, സുനാമി ആണോ, ട്രോപ്പിക്കൽ സൈക്ലോൺസ് ആണോ, വോൾക്കാനിക് ഇറപ്ഷൻ ആണോ? ഇതിൽ 3 നമ്മുടെ കയ്യിലുള്ളതല്ല, അതായത് അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. അത് ആന്ത്രോപോജനിക്, അതായത് ഹ്യൂമൻ ആക്ഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഏതാണ് ആൻസർ? ട്രോപ്പിക്കൽ സൈക്ലോൺസ് ആണ്. എർത്ത് വേക്സ്, സുനാമി, വോൾക്കാനിക് ഇറപ്ഷൻ അതൊക്കെ നാച്ചുറൽ ആണ്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നത് എന്താണ്? ട്രോപ്പിക്കൽ സൈക്ലോൺസ് ആണ്. അപ്പം അത് ട്രോപ്പിക്കൽ സൈക്ലോൺസിനെ നമ്മൾ വിളിക്കുന്നത് ഹ്യൂറിക്കെയിൻസ് ഓർ ടൈഫൂൺസ്.
ഇത് പവർഫുൾ ആയിട്ടുള്ള സ്റ്റോംസ് ആണ്, അതായത് വളരെ പവർഫുൾ ആണ്. വിൻഡിന്റെ ഒരു ഹൈ പ്രഷറും ലോ പ്രഷർ ഏരിയയും വിൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഡിപ്രഷനും ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ലോ പ്രഷറിനാണ് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്നത്. സൈക്ലോൺ ജനറേഷൻ ഒരു പ്രോസസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ഈ ഒരു ലോ പ്രഷർ ഏരിയ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ലോ പ്രഷർ ഏരിയ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്, സ്വാഭാവികമായിട്ടും അപ്പുറത്ത് ഹൈ പ്രഷർ ആവും. ഈ ഹൈ പ്രഷർ ഏരിയക്ക് പറയുന്നതാണ് ട്രോ. അപ്പം ഈ ലോ പ്രഷറും ഹൈ പ്രഷറും ഏരിയ തമ്മിൽ സർക്കുലേറ്റ് ചെയ്ത് എന്താണ് ഒരു സൈക്ലോണിക് അല്ലെ പ്രതിഭാസം ഉണ്ടാകുന്നത്. അതിനാണ് സൈക്ലോൺ എന്ന് പറയുന്നത്. ട്രോപ്പിക്കൽ സൈക്ലോൺസ്, അത് ട്രോപ്പിക്കൽ ഏരിയാസിൽ വരുന്നതിനാണ് ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്ന് പറയുന്നത്. അതിനെ വിളിക്കുന്നത് എന്താണ്, ഹുറിക്കെയിൻസ് ഓർ ടൈഫൂൺസ്. അപ്പം ഈ ഒരു ഇതിൽ ഇങ്ങനെയും ചോദിക്കാം, ഹുറിക്കെയിൻസ് ഓർ ടൈഫൂൺസ് ആർ എന്ന് പറഞ്ഞിട്ട് ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഓപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ട്രോപ്പിക്കൽ സൈക്ലോൺസിന് വിളിക്കുന്ന പേരാണ് ഹുറിക്കെയിൻസ് ഓർ ടൈഫൂൺസ്. ഇപ്പം എർത്ത് സുനാമിയും വോൾക്കാനിക് ഇറപ്ഷനും ഒന്നും നമ്മൾ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ ജിയോളജിക്കൽ ആയിട്ടുള്ള എർത്തിന്റെ പ്രോസസ്സാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് അസേർഷൻ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് വായിച്ചു നോക്കിയേ. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ അമംഗ് ദ ഫോളോയിങ്. ഫസ്റ്റ്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആർ ഡയറക്ട്ലി റെസ്പോൺസിബിൾ ഫോർ ദ ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ. അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഓസോൺ ലെയറിന്റെ ഡിപ്ലീഷന് നേരിട്ട് കാരണമാകുന്നു എന്നാണ് പറയുന്നത്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാണ്? മീഥെയ്ൻ, കാർബൺ ഡൈ ഓക്സൈഡ്, CFCs അല്ലെ? ഇതൊക്കെ ഡയറക്ട്ലി ഡിപ്ലീഷൻ ഓഫ് ദി ഓസോൺ ലെയറിന് കാരണമാകുന്നു. ഡയറക്ട്ലി എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ്, ഗ്ലോബൽ വാർമിംഗ് ഈസ് കോസ്ഡ് ബൈ ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ശരിയല്ലേ? ഗ്ലോബൽ വാർമിംഗ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് കാരണമാണ് ഉണ്ടാകുന്നത്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണമാകുന്നു. അങ്ങനെ എന്താണ്, ഗ്ലോബൽ മീൻ ടെമ്പറേച്ചർ കൂടുന്നു, ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നു. പിന്നെ പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആർ റെസ്പോൺസിബിൾ ഫോർ റൈസിംഗ് സീ ലെവൽസ്. ആ ഒരു പോയിന്റ് ഒന്ന് നോക്കി. ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണോ സീ ലെവൽ റൈസ് ചെയ്യാനുള്ള കാരണം? ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒരിക്കലും ഡയറക്ട്ലി റൈസിംഗ് സീ ലെവൽസിന് കാരണമാവുന്നില്ല. ഓക്കെ, ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്താണ്? ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഗ്ലോബൽ വാർമിംഗ്, മീൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയറിനും കാരണമാവുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിലേതാണ് തെറ്റ്? സി ആണ് തെറ്റ്. അപ്പോ ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്. സോറി, ഓപ്ഷൻ എ ആൻഡ് ബി ആണ് കേട്ടോ കറക്റ്റ്. മാറിപ്പോയതാണ്. ഓപ്ഷൻ 3 ആണ്. ബോത്ത് ഓപ്ഷൻസ് എ ആൻഡ് ബി ആർ കറക്റ്റ് ആണ് കേട്ടോ. മാർക്ക് ചെയ്തത് മാറിപ്പോയതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഗ്യാസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓഷ്യൻ ആസിഡിഫിക്കേഷൻ? അപ്പം ഈ ഒരു ടേം നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. ഓഷ്യൻ ആസിഡിഫിക്കേഷൻ, അതായത് ആസിഡ് കോൺസെൻട്രേറ്റ്സിൽ ഇൻ ദ ഓഷ്യൻ കൂടുന്നു. ആ ഒരു പ്രോസസ്സാണ് ഓഷ്യൻ ആസിഡിഫിക്കേഷൻ. അതിന് കാരണമാവുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുമ്പോൾ കാർബൺ ഡയോക്സൈഡിലെ ഓക്സിജനും വാട്ടറിലെ എന്താണ് H2O അല്ലെ, വാട്ടർ. അതുപോലെ തന്നെ വാട്ടറിലെ മറ്റ് കെമിക്കൽസും ചേർന്നിട്ട് H+ ഫോർമേഷൻ ഉണ്ടാകുന്നു. H+ എന്താണ്? H+ ആസിഡിക് ആണ്. H+ വാട്ടറിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആസിഡിഫിക്കേഷൻ ആണ് സംഭവിക്കുന്നത്. pH കുറയുക. ഈ ഒരു പ്രോസസ്സിനെയാണ് ഓഷ്യൻ ആസിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് കാർബൺ ഡയോക്സൈഡ് കാരണമാണ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രൈമറി കോസ് ഓഫ് ആസിഡ് റെയിൻ? ആസിഡ് റെയിൻ എന്ന് പറയുന്നത് ഒരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരു പ്രോസസ്സാണ്. എന്താണത്? സൾഫർ ഡയോക്സൈഡ് ആൻഡ് നൈട്രജൻ ഓക്സൈഡ്സ് ഫ്രം ദ ഇൻഡസ്ട്രിയൽ ഫാക്ടറീസ് എന്നൊക്കെ റിലീസ് ചെയ്യുന്ന ഗ്യാസസ് ആണ് സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്. ഈ ഗ്യാസസ് ഒക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത്
ഇത് നമ്മുടെ NH3 ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ആസിഡ് റെയിൻ ഉണ്ടാവുന്നു. അതായത് റെയിനിലെ അതായത് H2O അല്ലെ, വാട്ടർ ആണ്. അപ്പം നമ്മുടെ ഈ ഒരു സൾഫർ ഡൈ ഓക്സൈഡും നൈട്രജൻ ഓക്സൈഡും അറ്റ്മോസ്ഫിയറിലേക്ക് വന്നിട്ട് ഇത് നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് സോയിലിലേക്ക് വരുന്നു. ഇത് അസിഡിക് ആവുന്നു, ആസിഡ് റെയിൻ. അതായത് റെയിൻ അസിഡിക് ആവുന്ന പ്രോസസ്സാണ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. അതിന് കാരണമായിട്ടുള്ള ഗ്യാസസ് എന്തൊക്കെയാണ്? SO2 ആൻഡ് NO2. NO2 ആണ് എന്തായിട്ട് മാറുന്നത്? NH3 ആയിട്ട് മാറുന്നു. സൾഫർ ഡൈ ഓക്സൈഡ് ഹൈഡ്രജൻ സൾഫൈഡ് ആയിട്ട് മാറുന്നു. രണ്ടും അസിഡിറ്റി കോസ് ചെയ്യുന്നു റെയിനിൽ. അപ്പം ആസിഡ് റെയിൻ ഇസ് കോസ്ഡ് ബൈ സൾഫർ ഡൈ ഓക്സൈഡ് ആൻഡ് നൈട്രജൻ ഓക്സൈഡ്സ് റിലീസ്ഡ് ഫ്രം ഇൻഡസ്ട്രീസ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് COP28. നമ്മൾ COP28 പറ്റി ജസ്റ്റ് എവിടെയാണ് നടന്നത് അല്ലെ, എവിടെ വെച്ചിട്ടാണ് COP28? ഏത് ഇയറിലായിരുന്നു നടന്നത്? 2023 ഡിസംബറിലായിരുന്നു. അപ്പോ അതിന്റെ എന്താണ് മെയിൻ തീം എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, എന്നിട്ട് തീം എന്താണ്? ആക്സിലറേറ്റിംഗ് ക്ലൈമറ്റ് ആക്ഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അപ്പൊ ഇപ്പോഴത്തെ എല്ലാ തീംസും, അതായത് മെയിൻ ആയിട്ടുള്ള എല്ലാത്തിന്റെ അജണ്ട എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്, സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. മീറ്റിംഗ് കറന്റ് നീഡ്സ് ബൈ കോംപ്രമൈസിങ് ഫ്യൂച്ചർ ലെവൽ അല്ലെ. അതായത് ഫ്യൂച്ചറിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കാര്യങ്ങൾ നടക്കുക. ഫ്യൂച്ചറിൽ അതൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങൾ നീക്കുക. ഫ്യൂച്ചറിൽ അതിനെ ബാധിക്കാത്ത രീതിയിൽ ഇപ്പോ കറന്റ്ലി പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക. അതിനാണ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം COP28 തീം എന്ന് പറയുന്നത് ആക്സിലറേറ്റിംഗ് ക്ലൈമറ്റ് ആക്ഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ മിഷൻ ഓഫ് ഇന്ത്യസ് നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ അഗ്രികൾച്ചർ? ഇതിലേതാണ് NAPCC നമ്മൾ പറഞ്ഞു, ഇന്ത്യയുടെ ഒരു ആക്ഷൻ പ്ലാൻ ആണ് അല്ലെ. ഇതില് ഏതാണ് ആക്ഷൻ പ്ലാനിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യം? നാഷണൽ സോളാർ മിഷൻ ആണോ, നാഷണൽ വാട്ടർ മിഷൻ ആണോ, നാഷണൽ മിഷൻ ഫോർ എ ഗ്രീൻ ഇന്ത്യ ആണോ, നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണോ? ഏതാണ് പറയാത്തത് എന്നാണ് ആൻസർ. നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. ബാക്കി സോളാർ മിഷൻ പറഞ്ഞിട്ടുണ്ട്, വാട്ടർ മിഷൻ പറഞ്ഞിട്ടുണ്ട്, നാഷണൽ മിഷൻ ഫോർ ഗ്രീൻ ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് NAPCCയിൽ പറഞ്ഞിട്ടില്ല. അതെന്റെ മെയിൻ ഒരു ഡ്രോബാക്ക് കൂടിയാണ്. നെക്സ്റ്റ്, വിച്ച് മിനിസ്ട്രി ഹാസ് അണ്ടർടേക്കൺ നാഷണൽ മിഷൻ ഫോർ എ ഗ്രീൻ ഇന്ത്യ? ഏത് മിനിസ്ട്രിയാണ് അത് കൊണ്ടുവന്നത്? അപ്പം ഇതൊരു ബേസിക് കോമൺ സെൻസ് വെച്ച് നമുക്ക് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ആണ് നാഷണൽ മിഷൻ ഫോർ എ ഗ്രീൻ ഇന്ത്യ അത് കൊണ്ടുവന്നത്. നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ അബൌട്ട് നാഷണൽ സോളാർ മിഷൻ? സോളാർ മിഷൻ എന്ന് പറയുന്നത് സോളാർ എനർജിയെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. സണ്ണിൽ നിന്ന് കിട്ടുന്ന എനർജി കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിസിറ്റിക്ക് യൂസ് ചെയ്താൽ എന്താണ് അതിൽ നിന്ന് സംഭവിക്കുന്നത്? ഫോസിൽ ഫ്യൂവൽസിന്റെ ഉപയോഗം കുറയ്ക്കാം, GHG എമിഷൻ കുറയ്ക്കാം അല്ലെ. അപ്പോ സോളാർ മിഷന്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് സോളാർ എനർജി പരമാവധി സോളാർ എനർജി കൺവേർഷൻ ടു ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ തെർമൽ എനർജി എന്നുള്ളതാണ്. അപ്പം അതിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് 1000 മെഗാവാട്ട് പെർ ഇയറിൽ കൂട്ടണം എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണ്. ഗോൾ ഓഫ് ഇൻക്രീസിംഗ് ദ പ്രൊഡക്ഷൻ ഓഫ് ഫോട്ടോ വോൾട്ടാക്സ് ടു 1000 മെഗാവാട്ട് പെർ ഇയർ. ഓക്കെ, അതാണ് അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് വരുന്നത് നാഷണൽ സോളാർ മിഷൻ. അപ്പോൾ തന്നെ മൂന്നാമത്തെ പോയിന്റ് അതിൽ നിന്ന് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. എന്താണ് അതിൽ പറയുന്നത്? 1500 ആണ്, അല്ല 1000 ആണ്. 1000 മെഗാവാട്ട് പെർ ഇയർ. അത്രയും ഫോട്ടോ വോൾട്ടാക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സോളാർ എനർജി ഓരോ ഫോട്ടോൺസ്, ഓരോ എനർജി പാർട്ടിക്കിൾസ് ആയിട്ടാണ് സോളാർ എനർജി പറയുന്നത്. പ്ലാങ്ക്സ് ലോ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഓരോ ഫോട്ടോൺസ്, ഓരോ പാർട്ടിക്കിൾസ് എനർജി പാർട്ടിക്കിൾസ് ആണ്. ആ ഒരു പാർട്ടിക്കിൾസിന്റെ എണ്ണം വെച്ചിട്ടാണ്, അതിന്റെ എനർജി ലെവൽ വെച്ചിട്ടാണ് ഫോട്ടോ വോൾട്ടാക്സ് എന്ന് പറയുന്നത്. 1000 മെഗാവാട്ട്സ് ഓരോ പാർട്ടിക്കിൾസിന്റെയും എനർജിയുടെ യൂണിറ്റ് എന്താണ്? വാട്ട്സ്, പവർ. എനർജി കൺവേർട്ട് എനർജി പെർ യൂണിറ്റ് സെക്കൻഡ് ആണ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട്സ്. ഇപ്പൊ 10,000 മെഗാവാട്ട്സ് പെർ ഇയർ സോളാർ എനർജി കൺവേർട്ടഡ് ടു എന്താണ്?
ഇലക്ട്രിക് എനർജി. ഓക്കെ, അപ്പോൾ ആ ഒരു കൺവേർട്ട് ചെയ്യുന്ന ഒരു ഇതാണ് ഫോട്ടോ വോൾട്ടായിക് സെൽ എന്നാണ് അത് പറയുന്നത്. ഓക്കെ, ആ ഒരു സെല്ല് യൂസ് ചെയ്തിട്ടാണ് ഈ സോളാർ എനർജിയെ നമ്മൾ തെർമലും ഇലക്ട്രിക്കലും ഒക്കെ ആയിട്ട് സോളാർ സെല്ലൊക്കെ നമ്മൾ അറിയാമല്ലോ വീട്ടിലൊക്കെ വെക്കുന്ന. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എന്താ, ഇൻക്രീസ് ദ യൂസ് ഓഫ് സോളാർ തെർമൽ എനർജി ഇൻ അർബൻ ഏരിയാസ്, ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ്. അതും നാഷണൽ സോളാർ മിഷന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. അപ്പം ഇതില് മൂന്നാമത്തേതാണ് ഇൻകറക്റ്റ്. ട്രൂ ഏതൊക്കെയാണ്? 1 and 2. ഓൺലി 1 and 2 ആണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ്, UNFCC ഈസ് ഓൾസോ നോൺ ആസ്. എന്താണ് UNFCC? ഏത് കൺവെൻഷനിലാണ് വന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിയോ കൺവെൻഷൻ, റിയോ എർത്ത് സമ്മിറ്റ് അല്ലെ? റിയോ എർത്ത് സമ്മിറ്റിലാണ് UNFCC, യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, ഇങ്ങനൊരു ഓർഗനൈസേഷൻ വരണം ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയിട്ട് കൺട്രോൾ ചെയ്യാൻ, അല്ലെ അതിന്റെ കാര്യങ്ങൾ മിറ്റിഗേഷൻ മെഷേഴ്സ് കൊണ്ടുവരാൻ വേണം എന്ന് പറഞ്ഞത് എർത്ത് സമ്മിറ്റ്. എർത്ത് സമ്മിറ്റ് എന്നും പറയും, റിയോ എർത്ത് സമ്മിറ്റ്, റിയോ കൺവെൻഷൻ. ഇതിലെ 1992 ആണ് ഇയർ. ഫ്രം UNFCC ട്രീറ്റി ഈസ് ഓൾസോ നോൺ ആസ് എന്ന് വെച്ചാൽ എർത്ത് സമ്മിറ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? UNFCC ഈസ് ഹെൽഡ് ഇൻ, പറഞ്ഞു 1992 ആണ്. റിയോ കൺവെൻഷൻ ചോദിച്ചാലും 1992 തന്നെയാണ്. നെക്സ്റ്റ് അഗെയിൻ UNFCC തന്നെ. ബേസിക് ഒബ്ജക്റ്റീവ് എന്താണ്? ബേസിക് ഒബ്ജക്റ്റീവ് എന്താണ്? കാർബൺ എമിഷൻ റിഡക്ഷൻ ആണോ? അല്ല. ഓസോൺ ലെയർ ഡിപ്ലീഷൻ ആണോ? അല്ല. ഇതൊക്കെ ഓസോൺ ലെയർ വരുന്നത് ഏതിലായിരുന്നു? മോൺട്രിയൽ പ്രോട്ടോകോളിൽ വരുന്നുണ്ട്. കാർബൺ എമിഷൻ നമ്മുടെ COP26 നമ്മൾ പറയുന്നുണ്ട്. പിന്നെ മെൽറ്റിംഗ് ഓഫ് ഐസ് ഓഫ് അന്റാർട്ടിക് ഒഷ്യൻ, അത് മൂന്നുമല്ല. ആൻസർ സ്റ്റെബിലൈസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് കോൺസെൻട്രേഷൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ അറ്റ് എ ലെവൽ ദാറ്റ് വുഡ് പ്രിവെന്റ് ഡേഞ്ചറസ് ആന്ത്രോപോജനിക് ഇന്റർഫറൻസ് വിത്തിൻ ദ ക്ലൈമാറ്റിക് സിസ്റ്റം. അപ്പൊ GHG എമിഷന് പറ്റിയിട്ട് അതിന്റെ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ആണ് UNFCCക്ക് ഉള്ളത്. ഓക്കെ, അപ്പൊ അതും ഒന്ന് ഓർത്തിരിക്കുക. റിയോ കൺവെൻഷൻ UNFCC അത് രണ്ടും സെയിം ആണ്. അത് ആ റിയോ കൺവെൻഷനിൽ വെച്ച് നടത്തിയ എഗ്രിമെന്റിലാണ് ഇങ്ങനത്തെ ഓർഗനൈസേഷൻ വരണമെന്നും ഇത് ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യണമെന്നും മെഷേഴ്സ് കൊണ്ടുവരണമെന്നും പറഞ്ഞത്. ഓക്കെ, വെൻ ആൻഡ് വെയർ വാസ് ദ UNFCC കോൺഫറൻസ് ഓഫ് പാർട്ടീസ്? അപ്പം കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എവിടെ വെച്ചിട്ടായിരുന്നു? അതായത് 1992 റിയോ കൺവെൻഷൻ നടന്നു, അതിനുശേഷം UNFCC ഒരു കോൺഫറൻസ് വെച്ചു, കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. അതായത് മോർ ദാൻ 100 കൺട്രീസ് ചേർന്നിട്ടൊരു കോൺഫറൻസ് അല്ലേ, അതിനെയാണ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറയുന്നത്. നമ്മൾ COP26, 27, 28 എല്ലാം പറഞ്ഞില്ലേ, അതുപോലെ തന്നെ UNFCC ഒരു കോൺഫറൻസ് വെച്ച്. അത് എപ്പോഴാണ്? ഏപ്രിൽ 1995 ബെർലിൻ, ജർമ്മനിയിലായിരുന്നു ആ ഒരു കോൺഫറൻസ് ഓഫ് പാർട്ടീസ് നടന്നത്. UNFCC 1995. അപ്പം എന്നാണിത് വന്നത്? 1992. ഇപ്പൊ 1992 അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഇയറിൽ ഫസ്റ്റ് കോൺഫറൻസ് ഓഫ് പാർട്ടീസും ഓർഗനൈസ് ചെയ്തു ബെർലിൻ, ജർമ്മനിയില്. നെക്സ്റ്റ് എന്താണ്? നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമാറ്റിക് ചേഞ്ച് NAPCC എന്നാണ് ലോഞ്ച് ചെയ്തത്. അപ്പൊ ഇത് നമ്മുടെ ഇന്ത്യയുടെ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്ലാൻ ആണ്. ഇത് വന്നത് 2008 ഓക്കെ, 2008 ആണ് NAPCC. ഇപ്പം ഇന്ത്യയുടെ വരുന്നത് ഇപ്പം ഇയർ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എല്ലാം ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ വേൾഡിന്റെ ട്രീറ്റീസും പ്ലാൻസും എല്ലാം പറഞ്ഞില്ലേ, അതിലെ ഒന്നും 2000 ഇല്ല, എല്ലാം 19 ആണ് അല്ലെ. അപ്പം ഇന്ത്യയുടെ വരുമ്പോ എന്താണ് 2008 വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇത് കണക്ഷൻ വെച്ചിട്ട് ഓരോ ഇയറും പഠിക്കുക, ഒന്നും കാണാതെ പഠിക്കരുത്, ഓരോ കണക്ഷൻ വെച്ചിട്ട് ഇയർ പഠിക്കുക. റിയോ കൺവെൻഷൻ 1992 നമ്മൾ പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഇയർ 1995 UNFCC ഫസ്റ്റ് കോൺഫറൻസ്. അങ്ങനെ ഓരോന്നും ഓരോ ഓർഡറിൽ പഠിക്കുക കേട്ടോ. അപ്പം ഇതുവരെ എത്ര കോപ്സ് നടന്നു? ടിൽ ഡേറ്റ് ഹൗ മെനി കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ഹാവ് ടേക്കൻ പ്ലേസ്? അപ്പം അതതിന്റെ പേരിൽ തന്നെ ഉണ്ട്. അപ്പം ഇത് വായിക്കാത്ത ഒരാൾക്ക് ചിലപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ COP28 എന്ന് പറഞ്ഞാല് 1 to 28 കോൺഫറൻസ് ഓഫ് പാർട്ടീസിന്റെ നമ്പർ വെച്ചിട്ട് തന്നെയാണ് അതിന്റെ പേര്. COP28
ലാസ്റ്റ് ഡിസംബർ 23 നടന്നത് COP28 ആണ്. അപ്പൊ ഇതുവരെ എത്ര കോൺഫറൻസ് ഓഫ് പാർട്ടീസ് നടന്നു? 28 ആണ് ആൻസർ. കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 28 അല്ലെ? അതെവിടെയാണ് നടന്നത്? UAE ഡിസംബർ 2023 നടന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെഡ്യൂസിങ് ദ എമൗണ്ട് ഓഫ് ഫ്യൂച്ചർ ക്ലൈമറ്റ് ചേഞ്ച്. അപ്പം ഇത് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞത് തന്നെയാണ്. എന്താണ് പറയാവോ ഇതിന്റെ ആൻസർ? അതായത് വരാനിരിക്കുന്ന ക്ലൈമറ്റ് ചേഞ്ച് വരാതിരിക്കാനുള്ള മെഷേഴ്സ് എടുക്കുക. ഇതിലേതാണ് അതിന്റെ ഓപ്ഷൻ കറക്റ്റ്? അഡാപ്റ്റേഷൻ ആണോ, മിറ്റിഗേഷൻ ആണോ, ജിയോ എഞ്ചിനീയറിംഗ് ആണോ, അതോ നൺ ഓഫ് ദീസ് ആണോ? പറയാവോ ആരെങ്കിലും? മിറ്റിഗേഷൻ. യെസ്, മിറ്റിഗേഷൻ. അഡാപ്റ്റേഷൻ എന്താണ്? ഇപ്പോ ഉള്ള ക്ലൈമറ്റ് ചേഞ്ചിനെ അല്ലെ ഫേസ് ചെയ്യാനുള്ള മെഷേഴ്സ്, അഡാപ്റ്റേഷൻ. ജിയോ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ കൺവേർഷൻ ആണ്. അത് വരുന്നുണ്ട്, ജിയോ എഞ്ചിനീയറിംഗിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, പറയണം. ദ മോസ്റ്റ് വിഷ്വലി സ്ട്രൈക്കിംഗ് എവിഡൻസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്. അതായത് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടെന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവ്, എവിഡൻസ്, സ്ട്രൈക്കിംഗ് എവിഡൻസ് എന്താണെന്ന്. ഇൻക്രീസ്ഡ് പ്രസിപ്പിറ്റേഷൻ അലോങ് ദ ഗൾഫ് കോസ്റ്റ് സ്റ്റേറ്റ്സ് ആണോ? ഹൈലി വേരിയിങ് ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസ് ഫെൽറ്റ് ഡ്യൂറിംഗ് വിന്റർ മന്ത്സ്, റാപ്പിഡ് മെൽറ്റിംഗ് ഓഫ് ഗ്ലേഷ്യൽ ഐസ് ഓൺ നിയർലി എവറി കോണ്ടിനെന്റ്, ഓൾ ഓഫ് ദി അബോവ്. ഇപ്പൊ ഓൾ ഓഫ് ദി അബോവ് വരുന്ന എല്ലാ ക്വസ്റ്റ്യനും നമ്മുടെ ഒരു ടെൻഡൻസിയാണ് നേരെ പോയി ഓൾ ഓഫ് ദി അബോവില് കുത്തും. ശരിക്കും ഓപ്ഷൻസ് വായിച്ചു പോലും നോക്കാതായിരിക്കും, ജസ്റ്റ് വായിക്കും ഇത് തന്നെ കാരണം എന്ന് പറഞ്ഞ് നേരെ പോയി ഓൾ ഓഫ് ദി അബോവില് കുത്തും, കിട്ടത്തുമില്ല, നെഗറ്റീവ് അടിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു അബദ്ധം നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് പ്രത്യേകിച്ച് കാണിക്കരുത്. കാര്യം സ്റ്റേറ്റ്മെന്റ് വൈസ് നല്ലോണം വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഇവിടെ നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. ഓൾ ഓഫ് ദി അബോവ് ആണോ അല്ലയോ എന്ന് ആദ്യം തീരുമാനിക്കുക. കാരണം ഇവിടെ ബി ഓപ്ഷൻ നിങ്ങൾ ഫസ്റ്റ് നോക്കുക. ഹൈലി വേരിയിങ് ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ ഫെൽറ്റ് ഡ്യൂറിംഗ് ദ വിന്റർ മന്ത്സ്. ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു എൽനിന ലാനിന കൺസെപ്റ്റ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിന്റർ മന്ത്സിൽ വരുന്ന ഫിനോമിനൻ ആണ് എൽനിന ലാനിന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ ഒരു എൽനിന ലാനിന എന്ന് പറയുന്നത് ഹൈലി വേരിയിങ് ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ തന്നെയാണ് ഇവിടെ വിന്റർ മന്ത്സിൽ വരുന്നത്. അപ്പം അത് ഗ്ലോബൽ വാർമിംഗിന്റെ എവിഡൻസ് ആണോ? അല്ല. ഓക്കെ, അത് വിൻഡ് പ്രഷർ ചേഞ്ച് കാരണം ഉണ്ടാവുന്ന, വിൻഡ് ട്രേഡ് വിൻഡ്സിന്റെ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നത് കാരണം ഉണ്ടാകുന്ന ഫിനോമിനാണ് എൽനിനയും ലാനിനയും. അപ്പൊ അതിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഓപ്ഷൻ ആണ് ഹൈലി വേരിയിങ് ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ ഫെൽറ്റ് ഡ്യൂറിംഗ് വിന്റർ മന്ത്സ്. അപ്പൊ അത് എലിമിനേഷൻ അവിടെ നമ്മൾ ചെയ്തു. അപ്പൊ ഓൾ ഓഫ് ദി അബോവ് അല്ലെന്ന് മനസ്സിലായി. പിന്നെ ഇൻക്രീസ്ഡ് പ്രസിപ്പിറ്റേഷൻ, മഴയുടെ പ്രസിപ്പിറ്റേഷൻ കൂടിയാൽ ഡയറക്ട്ലി ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുമോ? ഇല്ല. അപ്പം ഇതിന്റെ ആൻസർ വരുന്നത് റാപ്പിഡ് മെൽറ്റിംഗ് ഓഫ് ഗ്ലേഷ്യൽ ഐസ്. നമ്മൾ പറഞ്ഞു ക്രയോജനിക് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞല്ലേ. അപ്പം മീൻ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഐസ്, ഗ്ലേഷ്യൽ ഐസ് അല്ലെ, എർത്തിന്റെ സർഫസിലുള്ള വാട്ടർ മെൽറ്റ് ആവുക, റാപ്പിഡ് മെൽറ്റ് ആവുന്നു. ഓക്കെ, അപ്പം അതാണ് അതിന്റെ ഗ്ലേഷ്യൽ ഐസിന്റെ മെൽറ്റിംഗ് നിയർലി എവരി കോണ്ടിനെന്റ്സ്. അപ്പം കോണ്ടിനെന്റ്സിലൊക്കെ തന്നെയും റാപ്പിഡ് മെൽറ്റിംഗ് ഓഫ് ഗ്ലേഷ്യൽ ഐസ്, ഇതാണ് ഗ്ലോബൽ വാർമിംഗിന്റെ ഒരു എവിഡൻസ്, സ്ട്രൈക്കിംഗ് എവിഡൻസ്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഗ്ലോബൽ വാർമിംഗിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ് നമ്മൾ പറഞ്ഞ ക്രയോജനിക്, ടെക്ടോണിക്, ഫ്ലോറൽ. അപ്പൊ ഇതിനെ മൂന്ന് ബേസ് ചെയ്ത് എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം അതിന്റെ ആ ഒരു ക്രയോജനിക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പൊ അത് ഡയറക്ട്ലി ചോദിച്ചിട്ടില്ല, റാപ്പിഡ് മെൽറ്റിംഗ് ഓഫ് ഗ്ലേഷ്യൽ ഐസ് ഓൺ നിയർലി എവരി കോണ്ടിനെന്റ്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ്, ക്ലൈമറ്റ് റെപ്രസെന്റ്സ്. ഇന്നലെ നമ്മൾ പറഞ്ഞ തന്നെയാണ്. എന്താണ്? ലോങ് ടേം ആവറേജ് വെദർ ആൻഡ് ഇറ്റ്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ വേരിയേഷൻ ഫോർ എ ഗിവൺ റീജിയൻ. അതായത് ഒരു ലോങ് ടേം ആയിട്ടുള്ള വെദർ കണ്ടീഷനെയാണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ലോസ് ഓഫ് സീ ഐസ് ബൈ മെൽറ്റിംഗ് ഇൻ ദ ആർട്ടിക് ഓഷ്യൻ വിൽ, എന്താണ് അതിന് കാരണമാകും? ഈ ഒരു പ്രോസസ് എന്തിന് കാരണമാകും, എന്തിലേക്ക് ലീഡ് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ. ലോസ് ഓഫ് സീ ഐസ് ബൈ മെൽറ്റിംഗ്, അതായത് കടലിലെ ഐസ് മെൽറ്റ് ആയി പോകുന്നു, ആർട്ടിക് ഓഷ്യനിലെ ഐസ് മെൽറ്റ് ആയി പോകുന്നത് ഇത് എന്തിന് കാരണമാകുന്നു?
ഇത് സീ ലെവൽ റൈസിനാണോ കാരണമാകുന്നത്, അതോ മേ റിസൾട്ട് ഇൻ പോസിറ്റീവ് ഫീഡ്ബാക്ക് ദാറ്റ് ആംപ്ലിഫൈസ് ഗ്ലോബൽ വാർമിംഗ് അതാണോ, അതോ വിൽ റിസൾട്ട് ഇൻ കൂളർ ടെമ്പറേച്ചർ ഇൻ ദ ആർട്ടിക് ഇതാണോ? അപ്പം മെൽറ്റിംഗ് ഓഫ് ഐസ് വെച്ചിട്ട് ഡയറക്റ്റ് നമ്മൾ നേരെ പോകും സീ ലെവൽ റൈസ്. മെൽറ്റ് ആയ ഐസ് ഓഷ്യനിൽ വരുമല്ലോ, അപ്പൊ സീ ലെവൽ റൈസ് വരുമല്ലോ, അങ്ങനെ വരും അല്ലേ. അപ്പം അതല്ല ഇതിന്റെ ഉത്തരം. മേ റിസൾട്ട് ഇൻ ദ പോസിറ്റീവ് ഫീഡ്ബാക്ക് ദറ്റ് ആംപ്ലിഫൈസ് ഗ്ലോബൽ വാർമിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ക്രയോജനിക് ഇൻഡിക്കേറ്റർ, അത് തന്നെയാണ്, ആ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ലോസ് ഓഫ് സീ ഐസ് ബൈ മെൽറ്റിംഗ് ഇൻ ദ ആർട്ടിക് ഓഷ്യൻ. മെൽറ്റിംഗ് ഓഫ് ഐസ് എന്ന് കേട്ടാൽ അപ്പൊ നിങ്ങൾ ഓർത്തോണം എന്താണ് ഗ്ലോബൽ വാർമിംഗ്. അതും കൺഫ്യൂഷൻ അടുപ്പിക്കാം. മെൽറ്റിംഗ് ഓഫ് ഐസ് വന്നിട്ട് ഡിക്രീസ് ഗ്ലോബൽ വാർമിംഗ് എന്ന് കൊടുത്തു നമ്മൾ ഗ്ലോബൽ വാർമിംഗ് കാണുമ്പോൾ പെട്ടെന്ന് അത് പോയി കുത്തും. പക്ഷെ അതല്ല, ഇൻക്രീസ് ഗ്ലോബൽ വാർമിംഗ് ആണ് മെൽറ്റിംഗ് ഓഫ് ഐസ്. അപ്പൊ മെൽറ്റിംഗ് ഓഫ് ഐസ് ഇസ് എ ഇൻഡിക്കേറ്റർ. എപ്പോഴും അത് ഗ്ലോബൽ വാർമിംഗ് ആണെന്ന് ഓർത്തോണം, മറന്നു പോകരുത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്യാസ് ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ടു ഗ്ലോബൽ വാർമിംഗ്. ഇതൊരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ഉത്തരം ഒന്ന് നോക്കിക്കേ, പറയാവോ? ഇതിലേതാണ് ഗ്ലോബൽ വാർമിംഗിന് കോൺട്രിബ്യൂട്ട്? പറഞ്ഞോ. അസെറ്റിലീൻ ആണ്. അതെ അതെ അതെ. എന്തുകൊണ്ടാ സൾഫർ പറയാത്തത്? സൾഫർ ഡയോക്സൈഡ് അല്ല, സൾഫർ ഹെക്സാഫ്ലൂറൈഡ്. സൾഫർ ഹെക്സാഫ്ലൂറൈഡ് ഉണ്ടല്ലോ. എന്നിട്ടും എന്തുകൊണ്ട് സൾഫർ കുത്തിയില്ല? നോട്ട് കോൺട്രിബ്യൂട്ടഡ് ടു ഗ്ലോബൽ നോട്ട് കോൺട്രിബ്യൂട്ടർ. SO2 അല്ലെന്ന് നമ്മൾ പറഞ്ഞില്ലേ? ശരിയാ. ഓക്കെ. അപ്പം അസെറ്റിലിൻ ആണ് കേട്ടോ. അപ്പം സൾഫർ ഡയോക്സൈഡ് ആണ് ഗ്ലോബൽ എന്താണ് അല്ലെന്ന് നമ്മൾ പറഞ്ഞത്. സൾഫർ ഫ്ലൂറൈഡ് SF6 ഉണ്ട്. ഓക്കെ. എനർജി സോഴ്സസ് ദാറ്റ് ഡു നോട്ട് ഇൻക്രീസ് കാർബൺ എമിഷൻസ് ഇൻക്ലൂഡ്. അതായത് കാർബൺ എമിഷൻസിന് കാരണമാകാത്തത് എന്താണ്? സോളാർ സെൽ നമ്മൾ പറഞ്ഞു, സോളാർ എനർജി. ഇതൊരു കാർബൺ എമിഷൻ, ഫോസിൽ ഫ്യൂൽ കൺസർവേഷൻ ആണല്ലേ സോളാർ സെല്ലിൽ സംഭവിക്കുന്നത്. വിൻഡ് മില്ല്, അഗെയിൻ വിൻഡ് എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ടു തെർമൽ എനർജി. അപ്പൊ ഒരുപാട് ഫോസിൽ ഫ്യൂൽ എനർജി നമുക്ക് കുറയ്ക്കാം. ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സസ് ആണ്. ഇപ്പൊ നാച്ചുറൽ റിസോഴ്സസ് എപ്പോഴും എന്താണ്? റിന്യൂവബിൾ റിസോഴ്സസ്. നമുക്ക് ഒരിക്കലും തീരാത്ത റിസോഴ്സസ് ആണ് അല്ലെ. തീരുന്ന റിസോഴ്സിന് എന്താ നമ്മൾ പറയാ? നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. നമുക്ക് പിന്നെ അത് റിന്യൂ ചെയ്ത് തിരിച്ചു കിട്ടത്തില്ല, അത് തീർന്നുകൊണ്ടിരിക്കും. പക്ഷെ സോളാർ എനർജി എന്താണ്? റിന്യൂവബിൾ ആണ്, നമുക്ക് വീണ്ടും അത് ഉപയോഗിക്കാം അല്ലെ. ഡെയിലി നമുക്ക് കിട്ടുന്ന ഒരു ഫ്രീ സോഴ്സ് ഓഫ് എനർജിയാണ് എന്ത്? സണ്ണിന്റെ സോളാർ എനർജി. അപ്പം ഈ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റും അതുപോലെ തന്നെ കാർബൺ എമിഷനെ തടയുന്നതാണ്. അപ്പൊ ഓൾ ഓഫ് ദി അബോവ് ആണ് അതിന്റെ ആൻസർ വരുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡു യു തിങ്ക് ദാറ്റ് ദ ലീസ്റ്റ് ഇമ്പാക്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഇൻ ഫോറസ്റ്റ്. ഫോറസ്റ്റില് ഏറ്റവും കുറവ് ഇമ്പാക്ട്, അതായത് ക്ലൈമറ്റ് ചേഞ്ച് ഓഫ് ഫോറസ്റ്റിനെ റിഡ്യൂസ് ചെയ്യുന്ന ഒരു ആക്ട് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി എന്താണ് ഇതിൽ? എന്താണ്? ചേഞ്ച് ഇൻ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് സപ്ലൈ ആണോ? ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആണോ? ലോസ് ഓഫ് ഫോറസ്റ്റ് ബേസ്ഡ് എംപ്ലോയ്മെന്റ് ആണോ? ഓൾട്ടേർഡ് ഫോറസ്റ്റ് പ്രൊഡക്ടിവിറ്റി ആണോ? ലീസ്റ്റ് ഇമ്പാക്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഓപ്ഷൻ എ. ഓക്കെ. ചേഞ്ച് ഇൻ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് സപ്ലൈ. ഓക്കെ. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്താണെങ്കിലും അതിന് ഇമ്പാക്ട് വരും. ഓക്കെ, അത് ലീസ്റ്റ് ഇമ്പാക്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ലോസ് ഓഫ് ഫോറസ്റ്റ് ബേസ്ഡ് എംപ്ലോയ്മെന്റ്, ആ ഒരു ഓപ്ഷൻ നോക്കിക്കേ. എന്താണെങ്കിലും ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പം നമ്മുടെ ഫോറസ്റ്റ് ട്രീസിന് എന്ത് സംഭവിക്കും? ഫോറസ്റ്റ് ട്രീസിന്റെ ഈൽഡിനും അതിന് നാശം സംഭവിക്കും അല്ലെ. അപ്പോ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരത്തില്ലേ? ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് സപ്ലൈയിൽ വ്യത്യാസം വരത്തില്ലേ? അപ്പൊ അതിന് ഇമ്പാക്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പം ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്, ലോസ് ഓഫ് ഫോറസ്റ്റ് ബേസ്ഡ് എംപ്ലോയ്മെന്റ്. ഇപ്പൊ എംപ്ലോയ്മെന്റിന് കോട്ട സംഭവിക്കുന്നില്ല. ക്ലൈമറ്റ് ചേഞ്ച് ഇൻ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ക്ലൈമറ്റ് ചേഞ്ച് വന്നാൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ട്, അത് ശരിയാണ്. പക്ഷെ നമ്മൾ ഈ ഒരു 3 ഓപ്ഷൻ നോക്കുക. ബാക്കി ഫുഡ് സപ്ലൈക്ക് ചേഞ്ച് വരും
എന്തുകൊണ്ടാണ്? ഫോറസ്ട്രീസിലെ ട്രീസ് നശിക്കും. ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്ട് വരുന്ന സമയത്ത് ട്രീസ് നശിക്കുമ്പോൾ എന്താണ്? ക്വാണ്ടിറ്റിയും ക്വാളിറ്റി ഓഫ് ഫുഡ് സപ്ലൈ കുറയുന്നു, വ്യത്യാസം വരുന്നു. ബയോഡൈവേഴ്സിറ്റി, ഇപ്പം എന്താണ്? സ്പെഷീസിന്റെ നാശം അല്ലെ, ബയോഡൈവേഴ്സിറ്റി. പിന്നെ ഓൾട്ടേർഡ് ഫോറസ്റ്റ് പ്രൊഡക്ടിവിറ്റി. ഫസ്റ്റ് എയും ഡിയും ഏകദേശം ഒരേ മീനിങ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ചേഞ്ച് ഇൻ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ്, ഓൾട്ടേർഡ് ഫോറസ്റ്റ് പ്രൊഡക്ടിവിറ്റി. ഫോറസ്റ്റ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ടിമ്പർ മെയിൻ ആയിട്ടും, പിന്നെ ആ ട്രീസിൽ നിന്ന് കിട്ടുന്ന ഈൽഡ് അല്ലെ. അപ്പം എയും ഡിയും ഏകദേശം ഒരു മീനിങ് ആണ്. ബിയും ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയും ഒരു ഇമ്പാക്ട് ഉള്ള. ലീസ്റ്റ് ഇമ്പാക്ട് വരുന്നത് ലോസ് ഓഫ് ഫോറസ്റ്റ് ബേസ്ഡ് എംപ്ലോയ്മെന്റ് ആണ്. ഓക്കെ, so next question. Dash is the artificial modification of Earth's climate system through two primary ideologies, solar radiation management and carbon dioxide removal. അപ്പം ഇതാണ് ഞാൻ മുമ്പേ ഒരു ഓപ്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നു, ജിയോ എഞ്ചിനീയറിംഗ്. ജിയോ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഇപ്പം ആ ഒരു പേര് തന്നെ ഉണ്ട്, എഞ്ചിനീയറിംഗ്. എഞ്ചിനീയറിംഗ് വരുമ്പോ എന്താണ്? ആർട്ടിഫിഷ്യൽ മോഡിഫിക്കേഷൻ. അതായത് ആർട്ടിഫിഷ്യൽ മീൻസ് വഴി എർത്തിന്റെ ക്ലൈമറ്റിനെ നമ്മൾ മോഡിഫൈ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ആർട്ടിഫിഷ്യൽ റിമൂവ് ചെയ്യാനുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മെത്തേഡ്, അതായത് നാച്ചുറൽ മെത്തേഡ്സ് എന്തൊക്കെയാണ്? നാച്ചുറൽ എന്താ? നമ്മൾ ഈ പറഞ്ഞു, കാർബൺ ഡൈ ഓക്സൈഡ് കൂടാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഡീഫോറസ്റ്റേഷൻ കുറയ്ക്കാം എന്ന് പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ആയിട്ട് എന്താണ്? ആർട്ടിഫിഷ്യൽ എന്ന് പറയുമ്പം നമ്മൾ ആർട്ടിഫിഷ്യലി എന്ത് ചെയ്യുന്നു? ഇപ്പം ട്രീസിന്റെ കൾട്ടിവേഷൻ ആയിക്കോട്ടെ. ഇപ്പൊ നമ്മൾ ഒരു ഏരിയയിൽ കൊണ്ടുപോയി ഫോറസ്റ്റ് ട്രീസ് എല്ലാം നട്ടുവെക്കുന്നു. അതൊരു ആർട്ടിഫിഷ്യൽ, നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുന്ന ഒരു കൺട്രോൾഡ് ഒരു ആക്ടിവിറ്റിയാണ്, അതല്ലേ? ഇപ്പൊ നാച്ചുറൽ ആയിട്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് സംഭവിക്കുന്നില്ല, നമ്മൾ പോയി അവിടെ. പിന്നെ ജിയോ എഞ്ചിനീയറിംഗിൽ വരുന്ന വേറൊരു കാര്യമാണ് ഈ സോയിൽ കൺസർവേഷനിൽ വരുന്ന നമ്മൾ ചെയ്യുന്ന ഷെൽട്ടർ ബെൽറ്റ്സ്, വിൻഡ് ബ്രേക്ക്, എംബാങ്ക്മെന്റിന്, ജിയോ ടെക്സ്റ്റൈൽസ്, ഇതൊക്കെ ജിയോ എഞ്ചിനീയറിംഗിന്റെ ഭാഗമാണ്. ആർട്ടിഫിഷ്യൽ മോഡിഫിക്കേഷൻ ഓഫ് എർത്ത്സ് ക്ലൈമറ്റ് സിസ്റ്റം, അതാണ് ജിയോ എഞ്ചിനീയറിംഗ്. ഓക്കെ, നെക്സ്റ്റ്. സെൻട്രൽ എയിം ഓഫ് പാരീസ് എഗ്രിമെന്റ്. പാരീസ് എഗ്രിമെന്റ് നമ്മൾ ആ ഒരു ടേബിളിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. COP 21 ഈ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത്. എന്താണ് ഇതിന്റെ ഒരു എയിം എന്ന് പറയുന്നത്? എന്താണ്? CFC മിഷൻ ആണോ, അതോ ബയോഡൈവേഴ്സിറ്റി ആണോ? ബയോഡൈവേഴ്സിറ്റി നമ്മൾ റിയോ കൺവെൻഷനിലാണോ കേട്ടോ ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ച് പറയുന്നത്. പിന്നെ ബയോഡൈവേഴ്സിറ്റിയുടെ വേറെ കാർട്ടാജീന എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോട്ടോകോൾസ് ഉണ്ട്. ബയോഡൈവേഴ്സിറ്റി ആണോ? ഇതിന്റെ ആൻസർ വരുന്നത് ഗ്ലോബൽ റെസ്പോൺസ് ടു ദ ത്രെറ്റ് ടു ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഇപ്പൊ പാരീസ് എഗ്രിമെന്റ് എന്താണെന്ന് ജസ്റ്റ് ഇതിന്റെ അതിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് വായിക്കുന്ന സമയത്ത് ഓരോ പോയിന്റും ഒന്ന് ആ ഒരു എക്സ്പ്ലനേഷൻ വായിച്ചു പോവുക. ഇത് നമ്മൾ പറയാത്തതാണ്, നോട്ട്സിൽ പറയാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തത്. പാരീസ് എഗ്രിമെന്റ് എന്താണ്? COP 21 വെച്ച് നടന്നൊരു എഗ്രിമെന്റിലാണ്. എന്താണ് ഇതിൽ പറയുന്നത്? ഇതിന്റെ മെയിൻ എഗ്രിമെന്റ് എന്ന് ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് തന്നെ പറയുന്നത് ഗ്ലോബൽ റെസ്പോൺസ് ടു ദ ത്രെറ്റ് ഓഫ് ദ ക്ലൈമറ്റ് ചേഞ്ച്. അതായത് ഗ്ലോബിലുള്ളത്, എർത്തിലുള്ള എല്ലാ ഫാക്ടേഴ്സിന്റെ, ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സിന്റെ റെസ്പോൺസ് എങ്ങനെയാണ് ടു ദ ത്രെറ്റ് ഓഫ് ദ ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ച് വരുന്ന സമയത്ത് ഗ്ലോബൽ ആയിട്ടുള്ള റെസ്പോൺസിനെ സ്ട്രെങ്തൻ ചെയ്യുക. അതായത് ഇപ്പം വൾണറബിലിറ്റി കുറയ്ക്കുക. അപ്പൊ അതാണ് അതിന്റെ ഒരു ഹിഡൻ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം പാരീസ് എഗ്രിമെന്റിൽ പറയുന്നത് ഗ്ലോബൽ വാർമിങ്ങിന്റെ റൈസ് ഓഫ് ടെമ്പറേച്ചർ ആണ് ഗ്ലോബൽ വാർമിംഗ്. ഈ ഒരു റൈസ് ഓഫ് ടെമ്പറേച്ചർ മിനിമൈസ് ചെയ്തിട്ട് എങ്ങോട്ട് കൊണ്ടുവരിക? 1.5 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും ആക്കുക. 1.5 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലുള്ള ചേഞ്ച്, അതായത് ഒരു 35 ഡിഗ്രി സെൽഷ്യസ് ആണ് ആനുവൽ ടെമ്പറേച്ചർ ഓഫ് എ റീജിയൺ എങ്കിൽ അതൊരു 36.5 1.5 ആഡ് ചെയ്തു. അതിൽ കൂടുതലാകാതിരിക്കാനുള്ള മെഷേഴ്സ്, അതാണ് മെയിൻ ആയിട്ട് പാരീസ് എഗ്രിമെന്റിൽ പറയുന്നത് 1.5. അപ്പൊ ആ ഒരു ഇത് കൊണ്ട് നമ്മൾ ഈ ഒരു പോയിന്റ് ഓർക്കത്തില്ല. ഇതിന്റെ ഒരു
മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? സ്ട്രെങ്തൻ ദ ഗ്ലോബൽ റെസ്പോൺസ് ടു ദ ത്രെറ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. അതും ഈ പാരീസ് എഗ്രിമെന്റിന്റെ ഒരു മെയിൻ ഇതാണ്. ഓക്കെ, അപ്പം ഈ ടെമ്പറേച്ചറും ആ ഒരു പോയിന്റും ഓർത്തു വെക്കുക. ഗ്ലോബൽ അഡാപ്റ്റേഷൻ, ആ ഒരു അഡാപ്റ്റേഷൻ എന്നുള്ള പേര് ഓർത്തു വെക്കുക പാരീസ് എഗ്രിമെന്റ് വരുമ്പോ. അപ്പം ഇയറും given below are two statements. One is labeled as assertion. Okay, assertion reason type questions. പാരീസ് എഗ്രിമെന്റിന്റെ തന്നെയാണ്. എന്താണ് പാരീസ് എഗ്രിമെന്റ്? സെൻട്രൽ എയിം ഈസ് ടു ലിമിറ്റ് ഗ്ലോബൽ വാർമിംഗ് ടു വെൽ ബിലോ 2 ഡിഗ്രി സെൽഷ്യസ് എബവ്. അപ്പം അത് തന്നെ 1.5 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ബിലോ 2 ഡിഗ്രി ആക്കാനുള്ള ഒബ്ജക്റ്റീവ് അല്ലെ? അപ്പം അത് ശരിയാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ്. അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണ് പറയുന്നത്? പാരീസ് എഗ്രിമെന്റ് വാസ് നെഗോഷിയേറ്റഡ് ബൈ ദ മെമ്പർ സ്റ്റേറ്റ് ഓഫ് ദ UNFCC. ഓക്കെ, അപ്പം അസേർഷൻ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? എ ആൻഡ് ആർ കറക്റ്റ്. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അപ്പം കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പം ഗ്ലോബൽ വാർമിങ് +2 ഡിഗ്രി സെൽഷ്യസിൽ കുറയ്ക്കണം എന്നതിന്റെ എക്സ്പ്ലനേഷൻ ആണോ UNFCC നെഗോഷിയേറ്റ് ചെയ്തു പാരീസ് എഗ്രിമെന്റ് നടത്തി എന്നുള്ളത്? അല്ല. +2 ഡിഗ്രി സെൽഷ്യസ് കുറയ്ക്കണമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ക്ലൈമറ്റ് ചേഞ്ച് കാരണം എന്താണ് വൾണറബിൾ ആവുന്ന ഗ്രൂപ്പിനെ അതിനെതിരെ മെഷർ ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ. അപ്പോ പാരീസ് എഗ്രിമെന്റ് വാസ് നെഗോഷിയേറ്റഡ് ബൈ ദ മെമ്പർ സ്റ്റേറ്റ് ഓഫ് UNFCC, അത് കറക്റ്റ് ആണ്. UNFCC പാരീസ് എഗ്രിമെന്റുമായിട്ടുള്ള റിലേഷൻ അതിന്റെ എക്സ്പ്ലനേഷൻ ആണോ? അല്ല. അപ്പോ എന്താണ് കറക്റ്റ്? ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ്, ബട്ട് ആർ ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അതാണ് കറക്റ്റ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആകാനുള്ള ഇത് അങ്ങനെ ആയിരിക്കും നിങ്ങൾ മിക്കവാറും വരിക. അതായത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിരിക്കത്തില്ല, പക്ഷെ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും അതിന്റെ എക്സ്പ്ലനേഷൻ ആണെന്ന്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ഇത് കാണുമ്പോൾ എന്നാ +2 ഡിഗ്രി സെൽഷ്യസ് കൂട്ടിയ അതുകൊണ്ടാണ് പാരീസ് എഗ്രിമെന്റ് വന്നത് എന്നാണ്. പക്ഷെ ആ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിക്കും നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. പാരീസ് എഗ്രിമെന്റ് വാസ് നെഗോഷിയേറ്റഡ് ബൈ ദ മെമ്പർ സ്റ്റേറ്റ് ഓഫ് യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക്. അപ്പോ അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. നെക്സ്റ്റ്, പാരീസ് എഗ്രിമെന്റ് ഈസ് ഓൾസോ നോൺ ആസ്, നമ്മൾ പറഞ്ഞ എന്താണ്? COP21 ആണ് നടന്നത്. ഇയർ എല്ലാത്തിന്റെ ഓർത്തിരിക്കുക കേട്ടോ. COP26, 27, 28 അതാണ് മെയിൻ ആയിട്ടും. പിന്നെ മോൺട്രിയൽ പ്രോട്ടോകോള്, ക്യോട്ടോ, പാരീസ് എഗ്രിമെന്റ്, ഇതിന്റെ എല്ലാ ഇയർ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. പിന്നെ റിയോ സമ്മിറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വെറ്റ്ലാൻഡ്സ് ആണോ? വെറ്റ്ലാൻഡ്സ് എന്താണ്? റംസാർ കൺസർവേഷൻ. അപ്പം ഓരോന്ന് പറയുമ്പോൾ നമ്മൾ ആ ബാക്ക് ടു ഒന്ന് ഓർത്തോർത്ത് പോകും. അപ്പം അതൊന്ന് റിവിഷനും കൂടെ ആവും. ഓസോൺ ഡിപ്ലീഷൻ എന്തായിരുന്നു? മോൺട്രിയൽ പ്രോട്ടോകോൾ. ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്തായിരുന്നു? ക്യോട്ടോ പ്രോട്ടോകോൾ. അപ്പം ഏതാണ് ഓപ്ഷൻ? കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആണ് റിയോ സമ്മിറ്റിന്റെ മറ്റൊരു പേരെന്താണ്? റിയോ കൺവെൻഷൻ ഓർ എർത്ത് സമ്മിറ്റ്. ഓക്കെ, അപ്പൊ ആ ഒരു സമ്മിറ്റിൽ വേറൊരു കാര്യം കൂടെ നടന്നു. UNFCC ഫ്രെയിം ചെയ്തു അല്ലെ? അപ്പം ഇയർ ഏതാണ്? 1992, മറക്കരുത്. അത് കമ്മിങ് ടു ഫോഴ്സ് ഓൺ 1993 ആണ്, പക്ഷെ 1992 എന്നുള്ള ഇയർ ആണ്. അതാണ് ഓർത്ത് വെക്കേണ്ടത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഗ്ലോബൽ വാർമിംഗ് ഈസ് എ റിസൾട്ട് ഓഫ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ. ഓസോൺ ലെയർ ഡിപ്ലീഷന്റെ റിസൾട്ട് ആയിട്ടാണ് ഗ്ലോബൽ വാർമിംഗ് സംഭവിക്കുന്നത്. ഗ്ലോബൽ വാർമിംഗ് ഈസ് എ നാച്ചുറൽ ഫിനോമിനൻ. നാച്ചുറൽ ആണോ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്? ഒരിക്കലും അല്ല അല്ലെ? നമ്മുടെ ഹ്യൂമൻ ഇന്റർഫറൻസ് കാരണം ഉണ്ടാകുന്ന ഒരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ടാണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നത്. ഗ്ലോബൽ വാർമിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റൈസ് ഇൻ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ദ സർഫസ് ഓഫ് ദ എർത്ത്. കറക്റ്റ് ആണ്. ഗ്ലോബൽ വാർമിംഗ് ഈസ് സിംപ്ലി അനദർ ടേം ദാറ്റ് സയന്റിസ്റ്റ് യൂസ് ടു ഡിസ്ക്രൈബ് ദ ഗ്രീൻ ഹൗസ് എഫക്ട്. അപ്പൊ ഏതാണ്? 4ാമത്തെ ഓപ്ഷൻ ആണ് അല്ലെ? ഗ്ലോബൽ വാർമിംഗ് ഗ്രീൻ ഹൗസ് എഫക്റ്റിന്റെ മറ്റൊരു പേരാണോ? ഒരിക്കലും അല്ല. ഗ്രീൻ ഹൗസ് എഫക്ട് എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് കാരണം നമ്മുടെ സോളാർ എനർജി ട്രാപ്പ് ചെയ്തിട്ട് റൈസ് ഇൻ ടെമ്പറേച്ചർ, അതാണ് എന്താണ് ഗ്രീൻ ഹൗസ് എഫക്ട് കോസസ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയാം. പക്ഷെ മറ്റൊരു പേരല്ല ഒരിക്കലും. ഗ്ലോബൽ വാർമിങ്ങിന് മറ്റു കാരണങ്ങളും ഉണ്ട്, ഗ്രീൻ ഹൗസ് എഫക്ട് മാത്രമല്ല. ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് CO2
ഗ്ലോബൽ വാർമിങ്ങിന്റെ ഏറ്റവും നല്ലൊരു, അത് ഡീഫോറസ്റ്റേഷൻ കാരണമാണ് ഉണ്ടാകുന്നത്. അപ്പോ 4 ആണ് അതിന്റെ ആൻസർ. ഗ്ലോബൽ വാർമിംഗ് ഈസ് സിംപ്ലി, അത് തെറ്റാണ് അല്ലെ? സോറി, എന്താണ് കറക്റ്റ് ആണല്ലേ ചോദിച്ചിരിക്കുന്നത് ഇതില്? ശരിയല്ല മാം അത്. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണല്ലേ, ഞാൻ ഇൻകറക്റ്റ് ആണെന്നാണ്. സോറി കറക്റ്റ്. ഓക്കെ. ഇപ്പം നാച്ചുറൽ ഫിനോമിനൻ എന്നുള്ളതും തെറ്റാണ്. 4-മത്തേത് തെറ്റാണ്. ഗ്ലോബൽ വാർമിംഗ് ഈസ് എ റിസൾട്ട് ഓഫ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്നുള്ളതും തെറ്റാണ്. ഏതാണ് കറക്റ്റ്? 3-മത്തേത് അല്ലേ? ഓക്കെ. ഗ്ലോബൽ വാർമിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റൈസ് ഇൻ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ദി സർഫസ്. കറക്റ്റ് ആയിരുന്നു. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? അതും കറക്റ്റ് തന്നെയാണ്. അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ എബിലിറ്റി ഓഫ് ദ എൻവയോൺമെന്റ് ടു അബ്സോർബ് ഡീഗ്രഡേഷൻ. അതായത് അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എൻവയോൺമെന്റിന്റെ എബിലിറ്റി, ഡീഗ്രഡേഷനെ അബ്സോർബ് ചെയ്യാനുള്ള എൻവയോൺമെന്റിലെ എബിലിറ്റിയാണ് അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി എന്നാണ് ആദ്യത്തെ ഓപ്ഷനിൽ പറയുന്നത്. രണ്ടാമത്തേൽ എന്താണ്? അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ മെത്തേഡ് ഓഫ് റിസോഴ്സ് ജനറേഷൻ ദാറ്റ് ഈസ് വിത്തിൻ അസിമുലേറ്റിംഗ് കപ്പാസിറ്റി ഓഫ് അവർ എൻവയോൺമെന്റ്. അതായത് റിസോഴ്സ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, എൻവയോൺമെന്റിന്റെ കപ്പാസിറ്റി എന്നാണ് രണ്ടാമത്തെ ഓപ്ഷനിൽ പറയുന്നത്. മൂന്നാമത്തെ എന്താണ്? ആവറേജ് നമ്പർ ഓഫ് ലിവിങ് ഓർഗാനിസം ഒരു എൻവയോൺമെന്റിൽ, ഒരു മൈക്രോ ക്ലൈമറ്റിൽ അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റത്തില് എത്ര ആവറേജ് നമ്പർ ഓഫ് ഓർഗാനിസം ഉണ്ടെന്നാണ്, അതാണ് അബ്സോർബിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്താ പറയുന്നത്? മിനിമം പോപ്പുലേഷൻ കറന്റ്ലി സർവൈവിംഗ് ഇൻ ദ വേൾഡ്. ഇതിന്റെ ആൻസർ എ ആണ്. എബിലിറ്റി ഓഫ് ദ എൻവയോൺമെന്റ് ടു അബ്സോർബ് ഡീഗ്രഡേഷൻ, ആ ഒരു ടേമിന് പറയുന്ന അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കുക കേട്ടോ. ബാക്കി 3 തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഏതാണ്? UNFCC ഏത് വർഷമാണ്? 1997 ആണെന്ന് എല്ലാത്തിലും പറയുന്നുണ്ട്. എവിടെയാണ് നടന്നതെന്നാണല്ലേ? ഓർമ്മയുണ്ടോ? ഇന്ത്യ ആണോ, ജപ്പാൻ ആണോ, ചൈനയാണോ, കാനഡയാണോ? എവിടെ വെച്ചായിരുന്നു UNFCC ഫസ്റ്റ്? ജപ്പാൻ. അതെ, റിയോ ആണ് കേട്ടോ, ജപ്പാൻ. ഓക്കെ. വിച്ച് ഗ്രീൻ ഹൗസ് ഗ്യാസ് ഇസ് പ്രൈമറിലി എമിറ്റഡ് ഫ്രം റൈസ് ഫീൽഡ്? നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാണ്. ഏത് ഗ്യാസ് ആണ് റൈസ് ഫീൽഡിൽ എമിറ്റ് ചെയ്യപ്പെടുന്നതെന്ന് പറഞ്ഞാല് ഡയറക്ട്ലി എമിഷൻ ആണോ? അല്ല. നമ്മുടെ പാഡി സോയിൽസിൽ, റൈസിന്റെ ഫിസിയോളജി കാരണം വരുന്ന സോയിൽസിലുള്ള മീഥെയിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ റൈസ് ഒരു കാരണമാകുവാണ്. ഏതാണ് ഇതിന്റെ ആൻസർ? മീഥെയിൻ. യെസ്, മീഥെയിൻ ആണ് കേട്ടോ. നെക്സ്റ്റ്. വാട്ട് ഈസ് ദ റോൾ ഓഫ് ബയോചാർ ഇൻ ക്ലൈമറ്റ് റെസിലിയന്റ്? ബയോചാർ നമ്മൾ എന്താണെന്ന് പറഞ്ഞു അല്ലെ? എന്താണ് ബയോചാർ? ഡിക്രീസിങ് സോയിൽ ഫെർട്ടിലിറ്റി ആണോ, അതോ എൻഹാൻസിങ് സോയിൽ കാർബൺ സീക്വസ്ട്രേഷൻ, ഇൻക്രീസിങ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ, റെഡ്യൂസിങ് ക്രോപ്പ് ഡൈവേഴ്സിറ്റി? അതൊരു ഈസി ക്വസ്റ്റ്യൻ അല്ലേ? ബാക്കിയല്ല. ഡിക്രീസിങ് സോയിൽ ഫെർട്ടിലിറ്റി അല്ല. സോയിൽ ഫെർട്ടിലിറ്റി ഡിക്രീസ്. ബയോചാർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ഓർഗാനിക് ആയിട്ടുള്ള പൈറോലിസിന്റെ ബൈ പ്രോഡക്റ്റ് ആണ് ബയോചാർ. അപ്പൊ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്ലാന്റ്സിനെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ അത് സോയിൽ ഫെർട്ടിലിറ്റി ഡിക്രീസ് ചെയ്യുവോ? ഇല്ല, അത് ഇൻക്രീസ് ആണ്. എൻഹാൻസിങ് സോയിൽ കാർബൺ സീക്വസ്ട്രേഷൻ ആണ് ഇതിന്റെ ആൻസർ. സോയിൽ കാർബൺ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു, അതാണ് അതിന്റെ ആൻസർ, ബി. നെക്സ്റ്റ്. വാട്ട് ഈസ് ദ റോൾ ഓഫ്, അത് തന്നെയാണല്ലോ. Which crop is mentioned as being resilient to high temperature and drought due to vertical taproot? ഇപ്പം ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ടുള്ള ഹൈ ടെമ്പറേച്ചറും ഡ്രോട്ടും ഏറ്റവും കൂടുതൽ റെസിലിയന്റ് ആയിട്ടുള്ള ക്രോപ്പ് ഏതാണെന്ന് അറിയാവോ? വീറ്റ് ആണോ, റൈസ് ആണോ, കോട്ടൺ ആണോ, മെയ്സ് ആണോ? അറിയാമോ? കോട്ടൺ ആണ് കേട്ടോ ഇതിന്റെ ആൻസർ. കോട്ടൺ. യെസ്, കോട്ടൺ ആണ്. കറക്റ്റ് ആണ്. വെർട്ടിക്കൽ ടാപ്പ് റൂട്ട് ആണ് കേട്ടോ. വെർട്ടിക്കൽ ടാപ്പ് റൂട്ട് ആണ്. അത് ഈ ഒരു ടെമ്പറേച്ചർ
വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് വെർട്ടിക്കൽ ടാപ്പ് റൂട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഓക്കെ, മാക്സിമം വാട്ടർ യൂസ് എഫിഷ്യൻസി, ഡ്രോട്ടിൽ റെസിസ്റ്റ് ചെയ്യാനുള്ള, റെസിലിയന്റ് ആകാനുള്ള കപ്പാസിറ്റി കോട്ടൺ ഏറ്റവും കൂടുതൽ. ഇപ്പം നെക്സ്റ്റ് വരുന്നത്, വാട്ട് ഇമ്പാക്ട് ഡസ് ഇൻക്രീസ്ഡ് CO2 ഹാവ് ഓൺ ഫോട്ടോസിന്തസിസ് ഇൻ C4 പ്ലാന്റ്സ് കമ്പയർഡ് ടു ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഇൻക്രീസ് സംഭവിക്കുമ്പോൾ C4നാണോ C3ക്കാണോ ഏറ്റവും കൂടുതൽ ഫോട്ടോസിന്തസിസ് സംഭവിക്കുന്നത്? ഏതാണ്, C3യിലാണോ C4ലാണോ? ഇൻക്രീസ് മോർ ഇൻ C3 പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പം CO2 കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് C3 പ്ലാന്റ്സിനാണ് ഇൻക്രീസ് ഫോട്ടോസിന്തസിസ് സംഭവിക്കുന്നത്. കാര്യം C3ക്ക് വേറെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേറ്റിംഗ് മെക്കാനിസം ഇല്ല, C4ന് ഓൾറെഡി ഉണ്ട് അത്. ഇപ്പൊ C3ക്ക് ഓൾറെഡി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, അത് പരമാവധി ആ സമയത്ത് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഉള്ള കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്തിട്ട് ഫോട്ടോസിന്തസിസ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ C3 ആണ് ഇതിന്റെ ആൻസർ. C4ന് ഓൾറെഡി കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ട്. അതിന്റെ ഫിസിയോളജി അങ്ങനെയാണ് അല്ലെ. C4ലും C3യിലും ഡിഫറെന്റ് സൈക്കിൾ ആണ് സംഭവിക്കുന്നത്. C4ൽ എന്താണ്, C4 4 കാർബൺ ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ് അതില് ഫസ്റ്റ് ഉണ്ടാവുന്നത് സൈക്കിളിൽ. പക്ഷെ C3യിൽ എന്താണ് ഫസ്റ്റ് ഉണ്ടാവുന്നത്, എന്താണ് 3 കാർബൺ കോമ്പൗണ്ട് ആണ്. ഇപ്പൊ C3 ആണ് ഇതിന്റെ ആൻസർ. വാട്ട് ഈസ് എ കീ ഇമ്പാക്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഓൺ സോയിൽ? സോയിലിന് ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഏറ്റവും മെയിൻ ആയിട്ട് സംഭവിക്കുന്ന എന്താണ് ഇമ്പാക്ട്, എന്താണ് ചേഞ്ച് അല്ലെങ്കിൽ എഫക്ട് ചെയ്യുന്നത് എന്താണ്? ഇൻക്രീസ്ഡ് സോയിൽ ഫെർട്ടിലിറ്റി ആണോ? അല്ല, ഇൻക്രീസ് സോയിൽ ഫെർട്ടിലിറ്റി കൂട്ടത്തില്ല, ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ കുറയത്തേ ഉള്ളൂ. ഡിക്രീസ്ഡ് സസെപ്റ്റിബിലിറ്റി ടു ഇറോഷൻ, അതായത് ഇറോഷൻ സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറോഷന് പെട്ടെന്ന് ഇറോഷൻ നടക്കുന്നു. ഇറോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോയിലിന്റെ ഇതല്ലേ, മണ്ണൊലിച്ചിലാണ് ഇറോഷൻ. ഡിക്രീസ്ഡ് സസെപ്റ്റിബിലിറ്റി ടു ഇറോഷൻ, ഇറോഷൻ കുറയും ക്ലൈമറ്റ് ചേഞ്ചിലാണോ? അല്ല, ഇൻക്രീസ്ഡ് വൾണറബിലിറ്റി ടു ഇറോഷൻ, അതാണ് അതിന്റെ ആൻസർ. ഡിക്രീസ് ഇൻ സോയിൽ ഓർഗാനിക് മാറ്റർ ആണോ? അല്ല. അപ്പം ഇൻക്രീസ്ഡ് വൾണറബിലിറ്റി ടു ഇറോഷൻ ആണ് അതിന്റെ ആൻസർ വരുന്നത്. ഇപ്പോ 50 ക്വസ്റ്റ്യൻസേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ ശ്രദ്ധിക്കേണ്ടത് കൂടുതലും, ഇതിപ്പം വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണല്ലേ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പം മെയിൻ ആയിട്ട് ഈ പറഞ്ഞ കൺസെപ്റ്റുകളെല്ലാം വായിച്ച് മനസ്സിലാക്കാന്നുള്ളതാണ്. ചുമ്മാ 1 വേർഡ് മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല. ഇപ്പം ഗ്ലോബൽ വാർമിങ്ങിന്റെ കാര്യം തന്നെ അല്ല, ആ കൺസെപ്റ്റ് സ്റ്റേറ്റ്മെന്റ് അസേർഷൻ വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് ശരിയാണോ തെറ്റാണോ. ഇപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളതാണെങ്കിൽ വെറുതെ നെഗറ്റീവ് അടിച്ച് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് അസേർഷൻ വരുമ്പോൾ വെറുതെ നെഗറ്റീവ് ആക്കരുത്. പരമാവധി മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പരമാവധി അറ്റൻഡ് ചെയ്യുക. അപ്പോ അത്രേ ഉള്ളൂ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? അഗ്രികൾച്ചർ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിലിതാ ടെക് PSC നിങ്ങൾക്കായി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസുകൾ, പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയടങ്ങിയ ഈ പാക്കേജ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്.